ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞുപോയ ഈ ഒരാഴ്ചക്കാലം, നമ്മെ വിട്ടുപോകുന്ന ഈ ഒരാഴ്ചക്കാലം നമ്മുടെ കർത്താവിൻ്റെ പരിപാലനവും നടത്തിപ്പും വളരെ മഹത്തരമായിരുന്നു. അവിടെ നിന്ന് നമ്മെ ചിറകിൻ മറവിൽ സൂക്ഷിക്കുന്നു. വൻകൃപകൾക്കായി ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ മഹത്വവും പാദപീഠത്തെങ്കിൽ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നൊരു വിഷയം ഇങ്ങനെ ചിന്തിച്ചു പോവുകയായിരുന്നു. അതിനോടനുബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ 1-2 ആഴ്ച ദൈവസന്നിധിയിൽ കത്തിയ അഗ്നിയും അവിടെ കൊണ്ടുവന്ന അന്യാഗ്നിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയായിരുന്നു. അങ്ങനെയായിരുന്നു 1-2 ആഴ്ച പറഞ്ഞു പോയത്. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ നാട്ടിൽ ഇത് നടക്കുന്ന പല കാര്യങ്ങളും ഈ വചനപ്രകാരം നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കുകയായിരുന്നു. പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ അടുപ്പിച്ച് നിർത്തി അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പോവുകയായിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച ഇങ്ങനെ സംസാരിച്ച് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വിളിയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് 1-2 പദപ്രയോഗങ്ങൾ നടത്തി. അങ്ങനെ ആ വിളിയെക്കുറിച്ച് പറയാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിച്ചപ്പോഴാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അതായത് വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മുന്നോട്ട് പോയല്ലോ. അതിനോടനുബന്ധിച്ച് ചില പ്രിയപ്പെട്ടവർ അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയിരുന്നു. അതായത് നമ്മളുടെ റെക്കോർഡഡ് മെസ്സേജ് പിന്നത്തേതിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവിടെ ആളുകൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താൻ സാവകാശമുണ്ടല്ലോ. അങ്ങനെ കടന്നു വന്ന് അഭിപ്രായം പറഞ്ഞ ചില ശുശ്രൂഷകർ, അവർ വളരെ കാലം വടക്കേ ഇന്ത്യയിലൊക്കെ ശുശ്രൂഷിച്ചവരാണെന്നാണ് അതിലെഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു വന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഒന്ന് കടന്നു പോയിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് സമയം പോലെ കടന്നു വരാമെന്ന് ചിന്തിക്കുകയാണ്. പക്ഷെ അതിനു മുൻപ് മറ്റൊരു സഹോദരൻ ഒരു ചോദ്യം ചോദിച്ചു. ആ സഹോദരൻ്റെ ചോദ്യവും ഗൗരവമായൊരു ചോദ്യമാണ്. സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ കടന്നു വരാൻ സാധ്യതയുള്ളതായ ഒരു ചോദ്യമാണ്. അതായത് നമ്മൾ പറഞ്ഞത് യോഹന്നാൻ പത്മോസിൽ കണ്ട ആ മഹത്വപൂർണ്ണമായ രൂപം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ രൂപമാണ്. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് യോഹന്നാൻ കാണുന്നത്. അതങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ പറയായിരുന്നു, ആ കണ്ട രൂപത്തിൻ്റെ ശിരസ് ക്രിസ്തുവും ആ ശരീരം തൻ്റെ സഭയാണെന്നുള്ളത്. അതായത് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന തേജസ്കരിക്കപ്പെട്ട തൻ്റെ സഭയാണ് എന്ന് അത് പറഞ്ഞു. പക്ഷെ അധികം വിശദീകരണങ്ങളൊന്നുമില്ലാതെ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ആ വിഷയത്തിലൊക്കെ വിശദീകരണങ്ങൾ തന്നിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ വേഗം അങ്ങ് പറഞ്ഞു പോയത്. എന്നാൽ അതൊന്നും കേൾക്കാത്തവരാണല്ലോ ഇങ്ങനെ ചോദിക്കുന്നത്. നിങ്ങളിൽ പലരും ഒക്കെ കേട്ടിട്ടുള്ളവരുണ്ട്, എന്നാൽ കേൾക്കാത്ത സഹോദരങ്ങളുണ്ട്. അവരെ സംബന്ധിച്ച് പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ അവർക്കൊരു സന്ദേഹം വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്, ഈ വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൻ്റെ ഏതാണ്ട് 13 മുതൽ താഴേക്ക് വായിച്ച് വരുമ്പോൾ അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ആയിരുന്നു. എങ്ങനെയാണ് വായിക്കുന്നത്? അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആ സഹോദരൻ ചോദിച്ചത്, ഈ ശരീരമാണ് സഭയെന്ന് നമുക്കറിയാം. എഫേസ് ലേഖനവും കൊലോസ്യ ലേഖനവും പഠിക്കുമ്പോൾ അതങ്ങനെ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഞാൻ ഈ വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ കണ്ട ആ മഹത്വപൂർണ്ണമായ ആ അവസ്ഥയെ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് സന്ദേഹം വന്നതാണ്. അപ്പോൾ കർത്താവിൻ്റെ കരത്തിൽ നക്ഷത്രം ഇരിപ്പില്ലേ, അത് തന്നെയല്ല 7 നിലവിളക്കിൻ്റെ നടുവിലാണല്ലോ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഈ ശരീരം സഭയാണെങ്കിൽ ഈ നക്ഷത്രത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നക്ഷത്രത്തെക്കുറിച്ച് എന്താ പറയുന്നത്? നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു. അപ്പം കർത്താവ് തൻ്റെ സഭയുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. മഹത്വപൂർണ്ണനായ ക്രിസ്തു തൻ്റെ സഭയുടെ നടുവിൽ നിലകൊള്ളുന്നൊരു കാഴ്ചയാണ് നമ്മൾ അതിലൂടെ കാണുന്നത്. അപ്പോൾ തന്നെ അവൻ്റെ വലങ്കയിൽ ഇരിക്കുന്നത് 7 നക്ഷത്രങ്ങളാണ്. 7 നിലവിളക്കല്ല,
അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചിലർക്കുണ്ട്. അത് വായനയിൽ പറ്റുന്ന പാളിച്ചയാണ്. നക്ഷത്രത്തിന് പകരം വിളക്ക് കയ്യിലാണോ എന്നൊരു ചിന്തയൊക്കെ വരാം. അതൊക്കെ അങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റാം നമുക്ക്. അപ്പോൾ ഇവിടെ നക്ഷത്രമാണ് ഇരിക്കുന്നത്, വിളക്കല്ല. അത് ഞാനൊരു തിരുത്ത് തരികയാണ്, നിങ്ങൾക്കല്ല. അങ്ങനെ സംശയിച്ചവർക്കുള്ളൊരു തിരുത്താണത്. അപ്പോൾ 7 നക്ഷത്രം എന്ന് പറയുന്നത് 7 സഭകളാകുന്നു. ആസിയയിലെ 7 സഭകളെക്കുറിച്ച് നമുക്കറിയാം. ആ സഭകൾ ആസിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ മുൻകാലത്ത് ഒത്തിരി വിശദീകരണമൊക്കെ തന്നിട്ടുള്ളതാണ്. അപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ 7 നക്ഷത്രം എന്ന് പറയുന്നത് അതിന് ഒരു വിശദീകരണം ചെറുതായിട്ട് കൊടുക്കാം. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 Corinthians chapter 8 verse 23. ഇവിടെ വായിച്ചത്, തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ. അപ്പോൾ ഇവിടെ തീത്തോസിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മുടെ സഹോദരന്മാർ എന്ന് പറയുന്നത്. തീത്തോസിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയുന്നത്. അവിടെ തീത്തോസ് മാത്രമല്ല, സിലുനോസ് ഉണ്ട്, പിന്നെ തൻ്റെ സഹചാരിയായ ലൂക്കോസ് ഉണ്ട്. ഇവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ സഹോദരന്മാരെന്ന ബഹുവചനത്തിൽ പറയുന്നത്. ശുശ്രൂഷയിൽ തന്നോടുകൂടെ സഹവർത്തിക്കുന്ന അവർ ദൈവസഭയുടെ ദൂതന്മാരാകുന്നു, ക്രിസ്തുവിന് മഹത്വവും തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ വായിച്ച ക്രമപ്രകാരം 7 നിലവിളക്കുകളുടെ നടുവിൽ കർത്താവ് നിലകൊള്ളുന്നു. തൻ്റെ കരത്തിൽ ഈ 7 നക്ഷത്രം ഇരിക്കുന്നു. അതായത് കാഹളനാദത്തിനൊത്ത ശബ്ദമുള്ളവൻ്റെ കരത്തിൽ ഇരിക്കുന്ന നക്ഷത്രങ്ങളാണ് തൻ്റെ ശുശ്രൂഷകന്മാർ. അപ്പോൾ തന്നെ എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും എന്ന് പറഞ്ഞ് തൻ്റെ ശുശ്രൂഷാ ഗണത്തെ അവിടെ കാണുന്നുണ്ട്. ആ ശുശ്രൂഷാ വൃന്ദം ദൈവസഭയിലാണ് അവർ ശുശ്രൂഷിക്കുന്നത്. അവർ സഭയോടുള്ള ബന്ധത്തിലാണ് നിലകൊള്ളുന്നത്. അല്ലാതെ എവിടെയെങ്കിലും ഒറ്റയാൾ മിനിസ്ട്രിയോ അങ്ങനെയൊന്നുമല്ല. അതായത് വിശുദ്ധന്മാരോട് ചേർന്ന് നിൽക്കുകയാണ് ഈ ശുശ്രൂഷകന്മാരെല്ലാം. ഈ ശുശ്രൂഷകരെല്ലാം ചേർന്ന് തന്നെയാണ്, തോളോട് തോൾ ചേർന്ന് നിന്നാണ് ദൈവസഭയുടെ പണിയും അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയൊക്കെ നടത്തുന്നത്. അപ്പോൾ അവർ സഭയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നു. ആ കണ്ട രൂപത്തിൻ്റെ ശരീരം സഭയും ശിരസ് ക്രിസ്തു എന്ന് പറഞ്ഞതിനകത്ത് ഒരു പാളിച്ചയുമില്ല. അതങ്ങനെ തന്നെയാണ്, കൃത്യമായിട്ടും അങ്ങനെ തന്നെയാണ്. കർത്താവിൻ്റെ കരത്തിലിരിക്കുന്നു എന്ന് നമ്മൾ പ്രാഥമികമായിട്ട് പറയും. അപ്പോൾ തന്നെ അവർ ദൈവസഭയിലാണ് ഇരിക്കുന്നത്. ദൈവസഭയിൽ അവർ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ ഈ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ വെളിപ്പാടുകൾ പല ആംഗിളിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. പല ആംഗിളിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഒരേ കാര്യം തന്നെ പല രീതിയിൽ പറയും. ഇവിടെ പ്രഥമദൃഷ്ടിയ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. അതിനകത്ത് തർക്കമില്ല. നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതാണ്. എന്നാൽ വെളിപ്പാടിൽ നോക്കി കാണുമ്പോഴാണ് ഈ ഇപ്പോൾ പറഞ്ഞ കാഴ്ചയിലേക്ക് വരുന്നത്. അതായത് എഫേസ് ലേഖനത്തെയും മറ്റു പല ലേഖനങ്ങളെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിനി ഒന്നത്ര എന്നുള്ള കാര്യങ്ങളും, പിന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന പോലെ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം പറ്റിച്ചേർന്ന് ഒന്നായി തീരേണ്ടതിൻ്റെ അനിവാര്യതകളാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ എഫേസ് ലേഖനത്തിൽ വരുമ്പോൾ തൻ്റെ ശരീരമായ സഭയെക്കുറിച്ച് കാണുന്നു. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ശിരസ്സായ ക്രിസ്തുവിനെ കാണുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം കാഹളം ധ്വനിച്ചു കഴിയുമ്പോൾ പിന്നത്തേതിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ അഡ്വാൻസ് ചെയ്ത് ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞതാണ്. ദൈവമക്കളെ സംബന്ധിച്ച് വചനം പഠിക്കുന്നവർക്കും വളരെ നാളുകളായിട്ട് ഈ കാര്യങ്ങളെ കൂലങ്കഷമായി ചിന്തിക്കുന്നവർക്കും ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ തന്നെ കേൾവിക്കാർ പല ഗണത്തിലും നിലയിലും ഒക്കെ പെട്ടവരാണ്. കഴിവതും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുമാറും എല്ലാവർക്കും ഗ്രഹിക്കാൻ പാകത്തിന് അവരെ ഉത്സാഹിപ്പിക്കാൻ പാകത്തിനൊക്കെയാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം അന്ന് പറഞ്ഞത് അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. പക്ഷെ അങ്ങനെയല്ല. ഒരു സഹോദരൻ്റെ പോലും ഉള്ളിൽ അങ്ങനെ ഒരു സംശയം കിടക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു ചലഞ്ചുണ്ട് നമ്മുടെ മുമ്പിൽ, വലിയ ചലഞ്ച്. അതെന്താണ് ആ ചലഞ്ച്? ഈ വെളിപ്പാട് പുസ്തകത്തിലെ രൂപം കാണിച്ചിട്ട് ഈ പിന്നിലേക്കുള്ള ലേഖനങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കേണ്ടത്, അല്ലേ? വെളിപ്പാട് പുസ്തകത്തിലെ ആ കാഴ്ച കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം ആത്മാവിൽ കാണേണ്ട അനവധി കാര്യങ്ങളാണ് അവിടെയുള്ളത്. അനവധി കാര്യങ്ങളാണ്. അതിൽ ഞാൻ പറഞ്ഞു കാഹളനാദത്തിനൊത്ത ശബ്ദം എന്ന് പറയുമ്പോൾ അതിനകത്തൊക്കെ വലിയ വെളിപ്പാടുകളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ. ഇനി ആ തല തൊട്ട് പാദം വരെയുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്, മുടി തൊട്ട് അടി വരെ എന്ന് പറയുന്ന പോലെ.
അങ്ങനെ പാദം വരെയുള്ള കാര്യം പറയുമ്പോൾ ഓരോരോ ഭാഗങ്ങൾ അംഗപ്രത്യംഗം എടുത്തു പറയുന്നുണ്ട്. എടുത്തു പറയുന്നതിൽ പാദത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. വെള്ളോടിന് സദൃശ്യമായ പാദം, അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വെള്ളോടിന് സദൃശ്യമായ പാദം ഉണ്ടായത്, അതിനെ മറ്റൊരു പഴയ നിയമ വിഷയവുമായിട്ട് നമ്മൾ ഒരിക്കൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 1 വർഷം പിന്നിലോ 2 വർഷം പിന്നിലോ മറ്റോ ആണ് ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വെള്ളോടിന് സദൃശ്യമായ കാല്, അതുപോലെ ഈ 7 പൊൻനിലവിളക്ക്, ആസിയിലെ പൊൻനിലവിളക്ക്. ആസി എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിന് പ്രകാശം പരത്താൻ പാകത്തിന് കർത്താവിൻ്റെ സഭ അല്ലെങ്കിൽ തൻ്റെ വിളക്ക് ജ്വലിച്ചു നിൽക്കുന്നു. ഈ വെളിപ്പാടുകളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പല ആംഗിളിൽ നിന്നുകൊണ്ടും പറയുമെന്ന്, പല ആംഗിളിൽ നിന്നുകൊണ്ട് പറയും. ആദ്യപടിയായിട്ട് പറഞ്ഞതാണ് യേശു ക്രിസ്തുവാണ് കാണുന്നതെന്ന്. പിന്നീട് പറഞ്ഞത് ക്രിസ്തുവും തൻ്റെ സഭയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച എന്നുള്ള നിലയിലാണ് അടുത്ത പടി നമ്മളത് കണ്ടത്. അതിൻ്റെ വിശദീകരണമാണ് ഈ പറഞ്ഞത്. ഇതുപോലെ തന്നെ നമ്മൾ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും എടുത്ത് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയും ഞാൻ പറയാനിടയായി. ഒത്തിരി കാലത്തിന് ശേഷം അത് ഈ അഗ്നിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആ കാര്യം പറയാതെ തരമില്ലല്ലോ. ആ കാര്യങ്ങളൊക്കെ പറയുക, അതിൻ്റെ ചില വീഡിയോസൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ നിയമ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് പല ആംഗിളിൽ നിന്നാണ് പഠിക്കുന്നത്. അതാതിൻ്റെ പശ്ചാത്തലം വെച്ചിട്ടാണ് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിളക്കിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ പഴയ നിയമത്തിൽ ആ കത്തി നിൽക്കുന്ന വിളക്കെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കാണിക്കുന്നു. അതുപോലെ തന്നെ ആ വിളക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അടുത്തപടി ആ വിളക്കെന്ന് പറയുന്നത് ദൈവസഭയെ കാണിക്കുന്നു. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ആ വിളക്ക് ദൈവസഭയാണ് കാണിക്കുന്നത്. ഇനി അതും കഴിഞ്ഞിട്ട് അടുത്ത ഒരു പടിയും കൂടെ, 4മതൊരു കാര്യവും കൂടെ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പറയാറുണ്ട്. അതായത് ആ വിളക്കെന്ന് പറയുന്നത് ക്രിസ്തുവിനെയും തൻ്റെ സഭയെയും പരിശുദ്ധാത്മാവിനെയും ഒരുമിച്ച് കാണിക്കുന്നു എന്നൊരു കാഴ്ച ആ പഠനത്തിലുണ്ട്. അതൊക്കെ സന്ദർഭത്തിനനുസരിച്ചാണ് ശുശ്രൂഷകന്മാർ ആത്മാവിൽ അതൊക്കെ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നത്. അതിനൊക്കെ ഒരു സന്ദർഭമുണ്ടല്ലോ. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു വരുന്ന ആ രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതല്ലാത്ത നിലയിൽ ഡയറക്റ്റായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ആ വിളക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പഴയ നിയമത്തിൽ കൂടാരത്തിനകത്ത് മറഞ്ഞു നിന്ന് പ്രകാശം കൊടുക്കുകയായിരുന്നു ആ വിളക്ക്. ആ വിളക്കിൻ്റെ പ്രകാശമൊന്നും ഇസ്രായേലിൽ ആരും കണ്ടില്ല. അത് വിശുദ്ധ സ്ഥലത്ത് അങ്ങനെ കത്തി നിൽക്കുകയാണ്. അവരുടെ പുരോഹിതന്മാർ മാത്രമേ ആ വിളക്കിൻ്റെ പ്രകാശം കണ്ടുള്ളൂ, പുരോഹിതന്മാർ മാത്രം. പിന്നീട് ഒരു സമയം കഴിഞ്ഞപ്പോൾ ആ വിളക്ക് പതിയെ കെട്ടുപോയി തുടങ്ങി. അതിനകത്ത് വേണ്ടത്ര ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ പുരോഹിതന്മാർ കൊണ്ടുവരാതെയായി. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ അതിനകത്ത് ആവശ്യത്തിന് പകരണം എങ്കിൽ മാത്രമേ സന്ധ്യ മുതൽ പ്രഭാതം വരെയാണ് അത് കത്തേണ്ടത്. സന്ധ്യ മുതൽ പ്രഭാതം വരെയാണ്. എത്ര വലിയ വെളിപ്പാടുകളാണെന്നറിയാമോ ഈ പഠനത്തിലേക്ക് വരുമ്പോൾ? ഭയങ്കര വെളിപ്പാടുകളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഈ വക കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അത്ഭുതം കൂറിയത് ദൈവത്തിൻ്റെ ആ മഹത്തരമായ കാര്യപരിപാടികളെയൊക്കെ ഓർത്തപ്പോൾ. അപ്പം ഞാൻ എന്താ പറഞ്ഞത്? പുതുതായിട്ടൊക്കെ നമ്മളെ കേൾക്കുന്ന സഹോദരങ്ങളുണ്ട്, അവരും കൂടി ഒന്ന് കേട്ടോട്ടെ. ഇതിനു മുമ്പ് കേട്ടവർ ഒന്നുകൂടെ കേട്ടാനന്ദിക്കുക, അത്ര തന്നെ. അപ്പോൾ വിളക്കിനെ കുറിച്ചൊക്കെ ഈ സഹോദരൻ ഇങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് അങ്ങനെ പറയേണ്ട കാര്യമില്ല, അതിലേക്കൊന്നും പോകേണ്ട ഒരു കാര്യമില്ല. ആ സഹോദരന് മാത്രമല്ല, ധാരാളം പേര് പുതുതായിട്ട് നമ്മളെ കേൾക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കുന്നവർക്കെല്ലാം ഒരു സന്തോഷവും ആനന്ദവും ആകട്ടെ. നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത് അത് എത്ര ഭയങ്കരമെന്ന് തിരിച്ചറിയാൻ പാകത്തിന് ക്രിസ്തീയ സഭ ആരംഭിക്കുന്നതിനും 1400 ചില്ലുവാനും വർഷം പിന്നിൽ ഹോരേബിൽ വെളിപ്പെട്ട വെളിപ്പാടുകൾ മോശെ അത് കയ്യേറ്റുവാങ്ങി. അങ്ങനെ കയ്യേറ്റുവാങ്ങി അത്രയും നാളുകൾ അവരുടെ നടുവിൽ കത്തി നിന്ന വിളക്കും കത്താതെ നിന്ന വിളക്കും ഒക്കെയുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്ന് മാളികമുറിക്ക് ശേഷം നമ്മൾ പഠിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ ഈ വിളക്കിൻ്റെ പ്രകാശത്തിൽ ലഭിക്കപ്പെട്ട ബോധ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ആ പലസ്തീൻ്റെ ചുറ്റുപാടുമൊക്കെ സത്യദൈവത്തെ വെളിപ്പെടുത്തിയെന്ന് ഒരളവിൽ നമുക്ക് പറയാം. പക്ഷേ അത് ഫലപ്രദമായില്ല, വേണ്ടത്ര വിജയിച്ചില്ല. അവർ ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് അകന്നുപോയി. വിളക്ക് കെട്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? വെളിപ്പാടുകളില്ലാത്തൊരു കാലം വരികയാണ്. അങ്ങനെ വെളിപ്പാടുകളില്ലാത്ത ആ കാലത്ത് അവർ ബാലിനെയും അശേരയൊക്കെ സേവിച്ചു. പിന്നെ അവരുടെ രാജാക്കന്മാർ അവരുടെ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. പിന്നെ അസംബന്ധങ്ങൾ, വേണ്ടാത്ത സംബന്ധങ്ങൾ എന്ന് വേണ്ട, അങ്ങനെ ഒത്തിരി വഴികളിലൂടെയൊക്കെ അവർ കടന്നുപോയി.
ഒത്തിരി വഴികളിലൂടെയൊക്കെ കടന്നുപോയി. അതെല്ലാം ദുരന്ത കാരണമായി തീർന്നു. അങ്ങനെ അവരെ നീക്കിക്കളയുകയാണ്. പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് അവരെ തൽക്കാലത്തേക്ക് പ്രവാസത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതൊരു ദീർഘപ്രവാസമായി പോയി. ദീർഘപ്രവാസം ഏകദേശം AD 70 അവർ ലോകം മുഴുവനും ചിതറിപ്പോകേണ്ട സാഹചര്യം വന്നു. അതിനു മുമ്പ് കർത്താവ് തൻ്റെ വിളക്കിനെ, ആസിയിലെ തങ്ക നിലവിളക്കെന്നുള്ള നിലയിൽ ആ വിളക്കിനെ പ്രകാശിപ്പിക്കുകയാണ്. അതിനു മുമ്പ് കർത്താവ് തൻ്റെ ആ തങ്ക നിലവിളക്ക് പ്രകാശിപ്പിക്കുകയാണ്. ജെറുസലേമിൽ ആരംഭിച്ച് ഭൂതലം മുഴുവനും ആ വിളക്കിൻ്റെ പ്രകാശം അങ്ങനെ പരക്കുകയായിരുന്നു. ഭൂതലം മുഴുവനും അങ്ങനെ പരക്കുകയായിരുന്നു. ആ ഒരു വിളക്കിലേക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ, പഴയ നിയമത്തിലെ വിഷയമാണെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ നമുക്ക് അനവധിയായ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് പറയാനായിട്ട് കഴിയും. എത്രയോ വലിയ വെളിപ്പാടുകൾ അതിൽ നിന്ന് പറയാനായിട്ട് കഴിയും. അവിടെ ഞാൻ പറഞ്ഞു, വിളക്ക് ക്രിസ്തുവിനെയും സഭയെയും പരിശുദ്ധാത്മാവിനെയും ഒരുമിച്ച് കാണിക്കുന്നു എന്ന്. 1 താലന്ത് തങ്കത്തിൽ അടിപ്പുപണിയായി പണിത വിളക്കാണ് നമ്മൾ ഈ പറയുന്ന വിളക്ക്. ആ വിളക്കിനകത്ത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഒഴിക്കുന്ന കാര്യം പറഞ്ഞു. അതിനകത്തേക്ക് ഒരു തിരി ഇറക്കി വെക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ആ തെളിവുള്ള ഒലിവെണ്ണയാണ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. തെളിവുള്ള ആ ഒലിവെണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. പഴയ നിയമകാലമാണ് ഞാൻ പറഞ്ഞത്, പുതിയ നിയമകാലമല്ല. അന്ത്യോക്യക്കാരും പിന്നെ വേറെ അവിടത്തുകാരും ഇവിടത്തുകാരും ഒക്കെ എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ എണ്ണയുടെ കാര്യമല്ല ഈ പറയുന്നത്. അത് വേറെ എണ്ണ, ഇത് വേറെ എണ്ണ. അപ്പോൾ ഈ പറയപ്പെട്ട എണ്ണ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ വിളക്കിലേക്ക് കൊണ്ടുവന്ന് ഒഴുക്കിയാണ്. പുരോഹിതന്മാരുടെ ഉത്തരവാദിത്വമാണ് ആ കാര്യങ്ങളൊക്കെ അവരുടെ ഉത്തരവാദിത്വമാണ്. വിളക്കിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിളക്കിൻ്റെ പണിയിൽ പുഷ്പവും പുഷ്പപുടവും മുട്ടും ഒക്കെ കാണാൻ കഴിയും. കർത്താവിൻ്റെ സഭ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ വിശദീകരിക്കും. അങ്ങനെ അനവധി കാര്യങ്ങളാണ് ഇതിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു കൊണ്ടുവരുവാനായിട്ട് കഴിയുന്നത്. ഇത്ര എന്തിനാ പറഞ്ഞതെന്നറിയാവോ? ചില കേമന്മാരായ ഉപദേശിമാർ, അവർക്ക് ഇച്ചിരി പോപ്പുലാരിറ്റി എങ്ങനെയൊക്കെയോ എവിടെ നിന്നൊക്കെയോ കിട്ടിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇപ്പോൾ ഈ നിറഞ്ഞു നിൽക്കുന്നതിനിടയ്ക്ക് അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ വെടിപൊട്ടിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലരൊക്കെ പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലരൊക്കെ, ഞാനും ആ കൂട്ടത്തിൽ പെട്ടതാ. പഴയ നിയമത്തിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കളയും. ഇപ്പോൾ പറഞ്ഞില്ലേ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കളയും. അതൊക്കെ വെറും അസംബന്ധങ്ങളാണ്. നമുക്ക് മത്തായി മുതൽ വെളിപ്പാട് വരെ മതി. പഴയ നിയമത്തിലേക്ക് പോകാൻ പാടില്ലെന്നല്ല പറയുന്നത്. അങ്ങനെ ഈ നിഴലും പൊരുളും ഒക്കെ പറയുന്ന ഒരു ഏർപ്പാടുണ്ട് ചിലർക്ക്. അതൊക്കെ ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അതിനൊക്കെ നമ്മൾ എന്ത് മറുപടിയാണ് പറയുക? ഭോഷത്തെന്നല്ലാതെ എന്താ പറയുക? ആസിയിലെ പൊൻനിലവിളക്കെന്ന് കാണുന്നത് പഴയ നിയമത്തിലല്ല, പുതിയ നിയമത്തിലാണ് കാണുന്നത്. കർത്താവിൻ്റെ തങ്ക നിലവിളക്കിൻ്റെ കാര്യം കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. പിന്നെയോ ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോൾ, മറ്റു പല ലേഖനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? നിങ്ങൾ അവരുടെ നടുവിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കണമെന്നാണ് പറയുന്നത്. ഇനി കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന്. അപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായി എങ്ങനെ തീരും എന്നൊരു ചോദ്യമുണ്ട്. വെളിച്ചമായി തീരണം അല്ലേ? വെളിച്ചമായി തീരാനാണ് വിളക്ക് വെച്ചിരിക്കുന്നത്. ആ വിളക്കിൻ്റെ കാര്യം വീണ്ടും പുതിയ നിയമത്തിൽ പറയുകയാണ്, എടുത്തു പറയുകയല്ലേ, ആസിയിലെ തങ്ക നിലവിളക്ക്. അപ്പോൾ ആ ആസിയിലെ തങ്ക നിലവിളക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ പഠനത്തിന് നമുക്ക് പുറപ്പാട് പുസ്തകത്തിലല്ലാതെ വേറെ ഏത് പുസ്തകത്തിൽ പോകും? അല്ലെങ്കിൽ ലേവ്യ പുസ്തകത്തിൽ, അനുബന്ധമായ പുസ്തകങ്ങൾ, ഇവിടെയെല്ലാം പോയാണ് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പഠനം, അങ്ങനെ അടുത്ത് നിന്ന് നോക്കിക്കാണലൊക്കെ മണ്ടത്തരമാണ്. അതൊന്നും ഗുണകരമായ കാര്യമല്ലെന്നൊക്കെ ഈ സോഷ്യൽ മീഡിയ പ്രസിദ്ധരാക്കിയ ആളുകൾ, അവരൊക്കെ സോഷ്യൽ മീഡിയ പ്രസിദ്ധരാക്കിയത്, അല്ലാതെ കർത്താവൊന്നും പ്രസിദ്ധരാക്കിയതല്ല. കർത്താവ് പ്രസിദ്ധരാക്കിയതാണെങ്കിൽ നാക്ക് വളയ്ക്കില്ല ഇങ്ങനത്തെ വിവരക്കേട് പറയാനായിട്ട്. ഇങ്ങനത്തെ വിവരക്കേട് പറയാൻ നാക്ക് വളയ്ക്കുമോ? ശുദ്ധ വിവരക്കേടല്ലേ പറയുന്നത്? അനവധി കാര്യങ്ങളല്ലേ നമ്മുടെ മുമ്പിലിരിക്കുന്നത്, അനവധി കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. എബ്രായ ലേഖനം എഴുതിയപ്പോൾ 3-4 അധ്യായങ്ങൾ ഈ പഴയ നിയമ സമ്പ്രദായങ്ങളെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു. അതെന്തിനാ? ചേർത്ത് വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഈ പെന്തിക്കോസുകാരെന്നൊക്കെ പറയുന്ന ആൾക്കാർ കോടാനുകൂടിയൊന്നുമില്ല, അത് ഇത്രയ്ക്കിത്രയേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറം ക്രൈസ്തവ ലോകമെന്ന് പറയുന്നത്, ഈ ഹോൾ ക്രിസ്റ്റാൻഡം എന്ന് പറഞ്ഞാൽ അത് കോടാനുകൂടിയുണ്ട്. 200-ലധികം കോടി ജനം വരുമെന്നാണ് പറയുന്നത്. അവരെല്ലാം ഈ പഴയ നിയമവും പുതിയ നിയമവും കൂടെ കൂട്ടിക്കുഴച്ച് ആവിയിൽ പരുവത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആവിയിൽ പരുവത്തിൽ. അവിടെ എവിടെയെങ്കിലും നോക്കുമ്പോൾ അവിടെ ഒരു തൊപ്പി കണ്ടു, എന്നാൽ നമുക്കൊരു തൊപ്പി എടുത്ത് തലയിൽ വെച്ചേക്കാം. അവിടെ ലേവ്യ പുരോഹിതന്മാർ ആരെങ്കിലും തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മളൊരു തൊപ്പി വെച്ചേക്കാം. അവിടെ കണ്ട തൊപ്പിയുടെ കളർ തന്നെ അത് വെള്ളയാ അല്ലേ?
പ്യുവർ ലിനൻ കൊണ്ടുള്ള തൊപ്പിയാണ്. പക്ഷേ ഇവിടെ എന്താ വെച്ചിരിക്കുന്നത്? ഇവിടെ കറുപ്പാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു തൊപ്പി എന്ന് കണ്ടപ്പോൾ അതിൻ്റെ കളർ നോക്കാൻ മറന്നുപോയി, ഒരു തൊപ്പി മേടിച്ച് തലയിൽ വെച്ചു. അതുപോലെ അവിടെ കണ്ട പല കാര്യങ്ങളും സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെയാണ് ഇവിടെ ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു സമഗ്രമായ പഠനം ആവശ്യമാണ്. പഴയ നിയമവും പുതിയ നിയമവും ചേർത്ത് വെച്ച് പഠിക്കേണ്ടത് അനിവാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലൊരു വാക്യമുണ്ടല്ലോ. മത്തായി 13-ന്റെ 52 ഒന്ന് വായിച്ചേ. സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഒരു പുതിയ നിയമ ശാസ്ത്രി തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും എടുത്ത് കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശനാകുന്നു. അതായത് പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ഒരേ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായിരിക്കണം. എല്ലാം ചേർത്ത് വെച്ച് പറയാനായിട്ട് കഴിയണം. ഇത് രണ്ടും ചേർത്ത് വെച്ച് പറയണം. അപ്പോൾ അത് ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ പ്രസിദ്ധരായി തീർന്ന ആളുകൾ സർവജ്ഞപീഠമൊന്നും ആരും കയറിയിട്ടില്ലല്ലോ. അങ്ങനെ നമ്മൾ ആരും കയറിയിട്ടൊന്നുമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നേ ഉള്ളൂ, അല്ലേ? നമ്മളൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞെന്നേ ഉള്ളൂ, അല്ലാതെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞവരാണോ? അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇങ്ങനൊരു പഠനശാഖയുണ്ട്. അത് പ്രൂവ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അതാ. ഇങ്ങനൊരു പഠനശാഖയുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരുന്നു പഠനം എന്നുള്ളത് എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? പ്രൂവ് ചെയ്യാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ക്രൈസ്തവ സഭ ആരംഭിച്ചിട്ട് ആദ്യത്തെ ഒരു 20 വർഷത്തിൻ്റെ ചരിത്രം നമുക്കെടുക്കാം. ഏറ്റവും കുറഞ്ഞത് ഒരു 20 വർഷത്തിൻ്റെ ചരിത്രം. പുതിയ നിയമ പുസ്തകങ്ങൾ ഇങ്ങനെ അച്ചടിക്കാൻ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ, അല്ലേ? പൗലോസ് ആദ്യത്തെ ലേഖനമായ ഗലാത്യ ലേഖനം എഴുതാനായിട്ട് പേന എടുത്തിട്ടേ ഉള്ളൂ. യാക്കോബ് ആദ്യത്തെ ലേഖനം എഴുതാനായിട്ട് പേന കയ്യിലെടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതിനു മുമ്പ് അത്രയും കാലം ദൈവസഭ എങ്ങനെ റൺ ചെയ്തു, എങ്ങനെ പ്രസംഗിച്ചു, എങ്ങനെ പഠിപ്പിച്ചു, അതിനെ സാധൂകരിക്കുന്ന തെളിവാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ 44 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ. അവിടെ കർത്താവ് തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുകയാണ്, അതായത് തന്നെക്കുറിച്ച് പ്രസംഗിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണ്. ലൂക്കോസ് 24-ന്റെ അവസാന ഭാഗം 44 മുതലുള്ള ഭാഗം. അവിടെ കാണുന്നത് എന്താ? പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും അഥവാ കാവ്യ പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. എന്നുവെച്ചാൽ അവരുടെ അകക്കണ്ണുകളെ തുറന്നു കൊടുത്തു. അവരുടെ അകക്കണ്ണുകളെ കൂടുതൽ തുറന്നു കൊടുത്തു. അങ്ങനെ തുറന്നു കൊടുത്ത് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ ശുശ്രൂഷകളിൽ തിരുവെഴുത്ത് മീൻസ് ഇവിടെ പറയുന്ന തിരുവെഴുത്ത് എന്ന് പറയുന്ന പഴയ നിയമ പുസ്തകങ്ങളാണ്. പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന് നല്ല ഗ്രാഹ്യമുള്ളവരായിരുന്നു ഈ അപ്പോസ്തലന്മാരെല്ലാം. അവർ ആ പഴയ നിയമ പുസ്തകങ്ങളെ വെച്ചിട്ടായിരുന്നു പോയ വഴിയിലെല്ലാം സുവിശേഷം അറിയിച്ചത്. അങ്ങനെ അവർ സുവിശേഷം അറിയിച്ച് അനേകരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. പുതിയ നിയമ പുസ്തകങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ പഴയ നിയമ പുസ്തകങ്ങളെ വെച്ചുകൊണ്ട് തന്നെ അവർ കാര്യങ്ങളെ പറഞ്ഞു. ദൈവരാജ്യം പ്രസംഗിച്ചെന്നാണ് നമ്മൾ കാണുന്നത്. ദൈവരാജ്യം പ്രസംഗിക്കാൻ ഉപയോഗിച്ചത് ഏതാ? ഈ 39 പുസ്തകങ്ങളെ തന്നെയാണ്. ഈ 39 പുസ്തകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങളെ അവതരിപ്പിച്ചു. ഒറ്റ വാക്യം കൂടെ വായിക്കാം. റോമലേഖനം 16-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായ സുവിശേഷത്തിനും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ജ്ഞാനിയായ ദൈവത്തിന് മഹത്വം. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്, അല്ലേ? എങ്ങനെയാണ് കാണുന്നത്? പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നത്. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നൊരു വിളക്ക്. എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളതെന്ന് അറിയാവോ? പൂർവ്വകാലങ്ങളിൽ ഈ വിളക്ക് മറഞ്ഞിരിക്കുകയായിരുന്നു. അതായത് മാളികമുറിക്ക് മുമ്പുള്ള കാലത്ത് ഈ വിളക്ക് മറഞ്ഞിരിക്കുകയായിരുന്നു. അത് വിശുദ്ധ സ്ഥലത്ത് മറഞ്ഞിരിക്കുകയല്ലേ, വെളിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യരും കാണുന്നില്ല. അത് മാത്രമല്ല, ആ വിളക്കിനെ കുറിച്ച് സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? സംഖ്യാപുസ്തകം 4-ാം അധ്യായം ഒന്ന് വായിച്ചിട്ട് ഇവിടെ തിരിച്ചു വരാം. നമ്പേഴ്സ് ചാപ്റ്റർ 4. ഞാനിപ്പോൾ ഇത്രയും പറയാൻ കാരണം പ്രസിദ്ധര് വിവരക്കേട് പറയുന്നു.
അതിനൊരു കൊച്ചു മറുപടി പറയേണ്ടത് അനിവാര്യമായതുകൊണ്ട് അങ്ങ് പറയുന്നതേ ഉള്ളൂ. വലിയ പഠനത്തിലേക്ക് പോകുന്നില്ല. സംഖ്യാപുസ്തകത്തിൻ്റെ ആദ്യത്തെ 2-3 അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ ക്യാമ്പ് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അത് കൈകാര്യം ചെയ്യാനായിട്ട് ലേവ്യരിൽ 3 കൂട്ടരുണ്ട്. ഗർശോന്യർ, കെഹാത്യർ, മെരാരിയർ, അങ്ങനെ 3 കൂട്ടർ. അവർക്ക് 3 കൂട്ടർക്ക് ഉദ്യോഗം തരംതിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഗർശോന്യരും മെരാരിയരും അവർ ഈ സമാഗമന കൂടാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം കാളവണ്ടിയുടെ മേൽ കയറ്റി അത് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതേസമയം കൂടാരത്തിനകത്തുള്ള അതിവിശുദ്ധമായ ഉപകരണങ്ങളുണ്ട്. പെട്ടകം മുതൽ യാഗപീഠം വരെ വരുന്ന ഈ ഉപകരണങ്ങളെല്ലാം ഇത് കാളവണ്ടിയിൽ കയറ്റാൻ പാടില്ല, പകരം ചുമലിൽ ചുമന്നുകൊണ്ട് പോകണം. അപ്പോൾ അങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്ന സമയത്തും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. തുടക്കത്തിൽ പെട്ടകത്തിൻ്റെ കാര്യമാണ് കാണുന്നത്. പെട്ടകം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യം തുടക്കത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പറയുന്നത് കാഴ്ചയപ്പത്തിൻ്റെ മേശയുടെ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് മൂന്നാമത് പറയുന്നത് വിളക്കിൻ്റെ കാര്യമാണ്. വിളക്കിൻ്റെ കാര്യം എവിടെയാണ് പറയുന്നത്? 9-ാം വാക്യം ഇങ്ങനെയാണ് കാണുന്നത്: ഒരു നീല ശീലയെടുത്ത് വെളിച്ചത്തിനുള്ള നിലവിളക്കും അതിൻ്റെ ദീപങ്ങളും ചവണകളും കരിന്തിരി മുറിച്ചിടുന്ന പാത്രങ്ങളും അതിൻ്റെ ഉപയോഗത്തിനുള്ള എല്ലാ എണ്ണക്കുടങ്ങളും മൂടേണം. അതും അതിൻ്റെ പാത്രങ്ങളൊക്കെയും തകശതോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ പൊതിഞ്ഞ് തണ്ടിന്മേൽ വെച്ച് കെട്ടണം. അതുപോലെ പെട്ടകത്തിൻ്റെ കാര്യമാകട്ടെ, മേശയുടെ കാര്യമാകട്ടെ, ധൂപപീഠത്തിൻ്റെ കാര്യമാകട്ടെ, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം മൂടാനാണ് പറയുന്നത്. പഴയ നിയമത്തിലെല്ലാം മൂടിയിട്ടിരിക്കുകയാണ്. സകല കാര്യങ്ങളും മൂടിയിട്ടിരിക്കുക. ഒരു കാര്യവും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അവരുടെ പുരോഹിതന്മാർക്ക് മാത്രം ഈ പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത് ചെല്ലുമ്പോൾ കാണാമെന്നുള്ളതേ ഉള്ളൂ. പെട്ടകം ഇസ്രായേലിലെ പുരോഹിതന്മാർ പോലും കണ്ടിട്ടില്ല. മഹാപുരോഹിതന്മാർ മാത്രം കണ്ടിട്ടുള്ളൊരു ഉപകരണമാണ് പെട്ടകം. നമ്മുടെ കാത്തലിക് സഹോദരങ്ങളൊക്കെ നിരന്തരം നമ്മുടെ സൈറ്റുകളിലൊക്കെ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്താറുണ്ട്. വിഗ്രഹാരാധനയുടെ കാര്യമൊക്കെ പറയുമ്പോൾ, വിഗ്രഹാരാധനയ്ക്ക് എതിരെ നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നത് വിഗ്രഹം ഉണ്ടാക്കാൻ ദൈവം തന്നെ പറഞ്ഞല്ലോ എന്നാണ് പറയുന്നത്. ദൈവം തന്നെ പറഞ്ഞല്ലോ എന്ന് അതിനെടുക്കുന്ന ആശയങ്ങളാണ് സമാഗമന കൂടാരത്തിനകത്ത് പെട്ടകമുണ്ടല്ലോ, അതിന് മുകളിൽ കെരൂബുകളുണ്ടല്ലോ, അങ്ങനെ പല കാര്യങ്ങളും. ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ പറയുന്നത് ഇതെല്ലാം ഉണ്ടാക്കാൻ ദൈവം തന്നെയാണല്ലോ പറഞ്ഞതെന്ന്. അപ്പോൾ ദൈവം വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് സാധുക്കളായ ആ കുഞ്ഞാടുകൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ശരിയായ വെളിപ്പാടെന്താ? ഈ പെട്ടകം എന്ന് പറയുന്നത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പേടകം. ഈ പെട്ടകം എന്ന് പറയുന്നത് സാമാന്യജനമൊന്നും കാണുന്നില്ല പ്രിയരെ. ഇസ്രായേലിൽ ഒരു മനുഷ്യനും അത് കണ്ടിട്ടില്ല. പെട്ടകം എന്ന് പറയുന്നത്, പെട്ടകം അതിപരിശുദ്ധ സ്ഥലത്തായിരിക്കുന്നത്. പിന്നീട് അവർ മുൻപോട്ട് യാത്ര ചെയ്തു പോകുമ്പോൾ ആ പെട്ടകം മൂടുന്ന കാര്യമാണ് ഈ 4-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണുന്നത്. പെട്ടകം ഏതെല്ലാം ശീലകൾ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ തകശതോൽ ഉപയോഗിച്ച്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വെച്ച് മൂടുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് പോകുമ്പോൾ മൂടിക്കൊണ്ട് പോകുന്നു. അതിൻ്റെ 2 സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തണ്ടുകളുണ്ട്. തണ്ടുകൾ മീൻസ് ആ ബാറ് പോലെ നീണ്ടിരിക്കുന്നത്. അതാണ് കെഹാത്യർ ചുമലിൽ വെച്ച് ചുമന്നുകൊണ്ട് പോകുന്നത്. അത്രമാത്രം 2 കമ്പ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് കാണാം. അതല്ലാതെ ഇസ്രായേലിലെ ജനമൊന്നും പെട്ടകത്തിൻ്റെ ഒരു ശരിയായ രീതി എന്തെന്ന് കണ്ടിട്ടില്ല. പക്ഷേ അവർക്ക് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. മോശയാൽ രചിക്കപ്പെട്ട പഞ്ചഗ്രന്ഥങ്ങളിൽ 2-ാമത്തെ ഗ്രന്ഥമാണ് പുറപ്പാട് പുസ്തകം. അതിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിലാണ് ഇതിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറയുന്നത്, പെട്ടകത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറയുന്നത്. അത് വായിച്ച് സായുജ്യം അടയാമെന്നുള്ളതല്ലാതെ കണ്ണാല കാണാനായിട്ട് ഒരു സാധ്യതയുമില്ല, കാണാൻ സാധിക്കില്ല. ഇനി ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിനകത്തേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ താൻ കടന്നു ചെന്നവിടെ ധൂപം നിറയ്ക്കും. ധൂപം പുക കൊണ്ട് നിറയ്ക്കും. നോക്കാൻ ഭയപ്പെട്ടുകൊണ്ടാണ് മഹാപുരോഹിതൻ അതിനകത്തേക്ക് കടന്നു പോകുന്നത്. അതുപോലെ ദൈവ തേജസ്സാണ് അവിടെ. ആ തേജസ്സിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവ സാന്നിധ്യം താൻ അനുഭവിക്കുകയാണ്. അവിടെ നിൽക്കാൻ തന്നെ ഒരു ഉത്ഭയം വരും. കാരണം അവർ പഴയ നിയമ വിശുദ്ധന്മാരാണ്. ആടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആളുകളാണ്. ആടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആളുകളാണ്. ആബാ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശമൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. അവർ ആണ്ടിലൊരിക്കൽ ഈ പറഞ്ഞതുപോലെ വേച്ചും പറച്ചൊക്കെയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അത് ദൈവം അനുവദിച്ച ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അത്രമാത്രം സാമാന്യജനമൊന്നും കണ്ടിട്ടില്ല. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പറയാം? എല്ലാം മൂടിയിട്ടിരിക്കുക അല്ലേ? ഒന്നാമത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടാരത്തിനകത്തിരിക്കുന്നു. അതിന് ചുറ്റും 48 പലകയിരിക്കുന്നു. അതിന് മുകളിൽ 4 മൂടുശീലയിരിക്കുന്നു. പിന്നെ ഇതെങ്ങനെ കാണാൻ കഴിയും? അതിന് പ്രാകാര മറശീലയുണ്ട്, കൂടാര മറശീലയുണ്ട്.
ഈ മറശീലകളൊക്കെ നിൽക്കുമ്പോൾ പിന്നെ തിരശീലയകത്തുണ്ട്. 3 കാര്യങ്ങളല്ലേ? പ്രാകാര മറശീല, കൂടാര മറശീല, തിരശീല, ഇങ്ങനെ 3 കാര്യങ്ങൾ നിൽക്കുന്നു. ഈ 3 കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ആരെങ്ങനെ കാണാനാ? ഒന്നും കാണാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ട് ഇത് അഴിച്ച് മുന്നോട്ട് പോകുന്ന വഴിയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവരുടെ പാളയം മുൻപോട്ട് നീങ്ങുന്ന കാലത്താണെങ്കിൽ ആ സമയത്ത് ഇതെല്ലാം മൂടിയിടാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം മൂടിയിടുകയാണ്. അപ്പോൾ അതെല്ലാം മൂടിയിട്ടിരിക്കുന്നു എന്ന കാരണത്താൽ അവർക്ക് ഇതിൻ്റെ ഉള്ളടക്കങ്ങളോ വെളിപ്പാടുകളോ അതിൻ്റെ ആഴങ്ങളോ ഒന്നും മനസ്സിലായില്ല. എത്രയോ കാലങ്ങളായിട്ട് ഈ സമാഗമന കൂടാരത്തിലും പിന്നത്തതിൽ യെരൂശലേം ദേവാലയത്തിലും രണ്ടും നമുക്ക് ചേർത്ത് വെച്ച് പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ശുശ്രൂഷാക്രമങ്ങൾ, അവിടെ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷകന്മാർ, അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് തേജസ്സിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പിന്നത്തേതിൽ ഇറങ്ങി പുറത്തേക്ക് വന്നത് അവർ കണ്ടില്ല, അവർക്ക് കാണാൻ കഴിഞ്ഞില്ല അല്ലേ? തേജസ്സിൻ്റെ ക്രിസ്തുവിനെ അവർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ക്രൂശിക്കില്ലായിരുന്നെന്നാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, എല്ലാം മൂടിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വെളിപ്പാടുകൾക്ക് വേണ്ടി ഒരു വലിയ ഉത്സാഹമൊന്നും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല അല്ലേ? കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പക്കൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷേ എൻ്റെ അടുക്കൽ നിങ്ങൾ വരുന്നില്ല. എൻ്റെ അടുക്കൽ നിങ്ങൾ വരുന്നില്ല. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. കാരണം അവരുടെ ഭാവനയിലുള്ള മശിഹായും കാര്യപരിപാടികളും ഒന്നും ഇങ്ങനെയല്ല. ഇത് നസ്രത്തുകാരനൊരു തച്ചൻ, പിന്നെ കുറേ മുക്കുവന്മാർ, പിന്നെ കുറേ ചുങ്കക്കാരും, കുറേ പാപിനികളും, കുറേ അവരും ഇവരും, അങ്ങനെ സമൂഹത്തിൽ ഒരു നിലയും വിലയും ഇല്ലാത്ത ആൾക്കാരെല്ലാമായിട്ട് ഇങ്ങനെ വരുമ്പോൾ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് എങ്ങനെയാണ് അടുത്ത് ചെല്ലുന്നത്? അങ്ങനെ അടുത്ത് ചെല്ലാനായിട്ട് അവർക്ക് സാധ്യമല്ല. കാരണം അവരുടെ പാരമ്പര്യങ്ങളും അവരുടെ ഔന്നിത്യവും അവരുടെ കുലമഹിമയും അവരുടെ ഏതാണ്ടൊക്കെയുള്ളൊരു തോന്നലുകളുണ്ടല്ലോ, അതെല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് അടുത്തേക്ക് ചെല്ലുന്നത്? അതുകൊണ്ട് അവരെല്ലാം അകലം വിട്ടാ നിന്നത്. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷം പുള്ളികളും അകലം വിട്ടാ നടന്നത്, എല്ലാം അകലം വിട്ടാ നടന്നത്. എന്നാൽ ഒരു ഷിമിയോനെയും ഒരു ഹന്ന എന്ന വാത്സല്യ മാതാവിനെയും നമുക്ക് കാണാം. അവർ അകലം വിട്ടല്ല നടന്നത്, അവർ അടുത്ത് വരുവാനായിട്ടാണ് ആഗ്രഹിച്ചത്. ആ രക്ഷ അടുത്ത് നിന്ന് കാണുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. ഷിമിയോൻ ആ രക്ഷ കയ്യേറ്റു വാങ്ങുകയാണ് ചെയ്തത്. ഹന്ന അതിനോട് ചേർന്ന് നിന്ന് ആനന്ദിച്ചു. ആ രക്ഷ, വലുവനായ ദൈവം ഒരുക്കിയ രക്ഷ, മറഞ്ഞിരുന്ന കാര്യങ്ങൾ വെളിപ്പെട്ട് വരികയാണ്. നിന്റെ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടതെല്ലാം എന്താ? ഇതെല്ലാം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഈ കൂടാരത്തിനകത്തെ കാര്യങ്ങളെല്ലാം വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലെ കാര്യങ്ങളാണതെല്ലാം. ഇതെല്ലാം വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലെ കാര്യങ്ങളാണ്. പക്ഷെ എല്ലാം മറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ മറച്ചു വെച്ചത് മര്യാദയാണോ എന്ന് ചോദിക്കുന്ന ഒരു സഹോദരനുണ്ട് നമുക്ക് കേട്ടോ. ആ സഹോദരൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, അത് അന്യായമല്ലേ, അന്നേ തുറന്ന് മലത്തിയങ്ങിടാൻ പാടില്ലായിരുന്നോ എന്ന് പുള്ളി ചോദിക്കുന്നത്. ഞാനതിനൊക്കെ എങ്ങനെ ഉത്തരം പറയാനാ? ഇതൊന്നും ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാനല്ലല്ലോ, ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് മറുപടി പറയാമായിരുന്നു. ശരിയാ ബ്രദറെ, അത് അന്നേ ഇത് കാണിക്കാമായിരുന്നു, എല്ലാ കാര്യങ്ങളും കാണിക്കാമായിരുന്നെന്ന് പറയാം. ദൈവം തൻ്റെ പ്രോഗ്രാമിലുള്ള കാര്യങ്ങൾ തുറന്നും അടച്ചും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ ആ പഴയ നിയമകാലത്തുള്ള ഭക്തനായ ദാവീദ് ആത്മാവിൽ പറഞ്ഞ എന്താ? ഞാൻ എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലേക്ക് തലയിടുന്നില്ലെന്നാണ് പറഞ്ഞത്. അത് മറഞ്ഞിരിക്കുന്നത് യഹോവയ്ക്കുള്ളത്, വെളിപ്പെട്ടത് എനിക്കുള്ളത്. അതാണ് അവരുടെ പോളിസി. പഴയ കാലത്തെ ഭക്തന്മാരുടെ പോളിസി എന്തായിരുന്നു? വെളിപ്പെട്ടതൊക്കെ നമുക്കുള്ളത്, മറഞ്ഞിരിക്കുന്ന യഹോവയ്ക്കുള്ളത്. കുത്തി തുറക്കാൻ പോകണ്ട. അങ്ങനെ കുത്തി തുറന്ന് നോക്കാൻ പോയ ഒരു കൂട്ടം ആൾക്കാർ, ഒരു ദേശക്കാരുണ്ട്. അവരുടെ പേരാരെങ്കിലും ഒന്ന് പറയാവോ? അങ്ങനെ കുത്തി തുറന്ന് നോക്കേണ്ട കാര്യമില്ല, എന്നാലും ഒന്ന് കുത്തി തുറന്ന് നോക്കിയവർ. ആ ദേശക്കാരുടെ പേര് സഹോദരന്മാർക്ക് ആരെങ്കിലും ഒന്ന് പറയാവോ? നോക്കണം. വെളിയിലുള്ള പല സഹോദരങ്ങളുമുണ്ട് നമ്മുടെ മെസ്സേജൊക്കെ കേൾക്കുന്നവർ. അവരോടൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ അറിയില്ലായിരിക്കാം. കാരണം നിരന്തരം അങ്ങനെ കേട്ടിട്ടില്ല. ഇവിടെ ടാബർനാക്കിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ സൺഡേ മീറ്റിങ്ങിൽ നിരന്തരം വന്നവർ ഒത്തിരി പേര് ഇതിനകത്തിരിപ്പുണ്ട് അല്ലേ? ആരൊക്കെയാന്ന് ഞാൻ നോക്കുന്നില്ല. എന്തായാലും കുറച്ച് പേരുണ്ട് ഇവിടെ. അതിലൊരു നല്ല പങ്ക് ആൾക്കാർ അവിടെ വന്നിട്ടുള്ളവരാണ്. അവിടെ ദീർഘസമയം എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇസ്രായേൽ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് വാഗ്ദത്ത ദേശത്തെത്തിയിട്ട് ആദ്യം അവർ കൂടാരം അടിച്ചത് ഗിൽഗാലിലാണ്. ഗിൽഗാലിൽ നിന്ന് പാളയം പിന്നെ മുന്നോട്ട് നീങ്ങി അടുത്ത സ്ഥലത്തെത്തി. അവിടെ നിന്ന് പിന്നീട് കൂടാരം അടിച്ചത് ഷീലോവിലാണ്. ഷീലോവിൽ ദീർഘകാലം കൂടാരം അടിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഷീലോവിൻ്റെ പ്രത്യേകതകൾ 3-4 ആഴ്ചകളാണ് ഷീലോവിനെ എടുത്ത് പ്രസംഗിച്ചത്. കാരണം ജെറുസലേമും ഷീലോവും ചേർത്ത് വെച്ച് പഠിക്കുന്ന വലിയ കാര്യമാണ്.
യെരുശലേം ദൈവാലയത്തിൻ്റെ കാര്യങ്ങളിൽ അവരുടെ പ്രവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ യെരുശലേം കേന്ദ്രീകരിച്ചാണ് പറയുന്നത്. നെബുക്കദ്നേസർ അവരെ വന്ന് ആക്രമിച്ചതും കീഴടക്കിയതുമായ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. അതേസമയം സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു പ്രവാസത്തിൻ്റെ ചരിത്രമുണ്ട്. ഇതുപോലെ ഒരു പരാജയത്തിൻ്റെ, ഒരു കയ്പുനീരിൻ്റെ ഒരു ഏടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച്. ഏതാണ്ട് 380 വർഷമാണ് ഈ ഷീലോവിൽ സമാഗമന കൂടാരം ഇരുന്നത്. ഷീലോവ് എന്ന് പറഞ്ഞാൽ യെരുശലേമിന് തത്തുല്യമായ ഒരു ടെമ്പിൾ സിറ്റിയാണ്. അവിടുത്തെ അവസാനത്തെ മഹാപുരോഹിതനാണ് ഏലിയുടെ കാലത്ത് ഏലിയോട് ചേർന്ന് നിന്ന ഒരു ബാല്യക്കാരൻ. ഏലിയുടെ കാലത്ത് ഏലിയോട് ചേർന്ന് നിന്നൊരു ബാലകനായിരുന്നു ശമൂവേൽ. ആ കാലത്താണ് ഫെലിസ്തർ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ചതും യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു പോയതും ഏലിയുടെ 2 മക്കളായ ഫൊഫ്നിയും ഫിനഹാസും പട്ടുപോയതും മരുമകൾ തൽക്ഷണം പ്രസവിച്ചതും ആ കുഞ്ഞിന് ഇക്കാബോധെന്ന് പേരിട്ടതും തോറ്റോടിയ ഇസ്രായേലിൻ്റെ നടുവിൽ നിന്ന് പെട്ടകം ഫെലിസ്തർ പിടിച്ചുകൊണ്ട് പോകുന്നതും ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെക്കുന്നതും പിന്നത്തേതിൽ അവിടെ ഏടാകൂടങ്ങളൊക്കെ സംഭവിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അവർ തീരുമാനിക്കുന്നു ഇനി ഇതിവിടെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല, പെട്ടകം നമുക്ക് മടക്കി അയച്ചേക്കാം. ഇതുവരെ ഒന്നും കയറ്റി വെക്കാത്തൊരു പുതിയ കാളവണ്ടി കൊണ്ടുവന്ന് ആ കാളവണ്ടിയിൽ പെട്ടകം കയറ്റി വെച്ച് 2 പശുക്കിടാങ്ങളെയും കൊണ്ട് അതിനെ തെളിച്ച് അത് ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് കടന്നു വരികയാണ്. ഇസ്രായേലിൻ്റെ അതിർത്തിയിലേക്ക് കടന്നു വരുന്ന സ്ഥലത്തിൻ്റെ പേരെങ്കിലും ഒന്ന് പറയാവോ? ബെത്ശേമേശിലേക്ക് കടന്നു വരികയാണ്. ബെത്ശേമേശിലൊരു പാറപ്പുറത്ത് കൊണ്ടുവന്ന് പെട്ടകം അവരെ ഇറക്കി വയ്ക്കുന്നു. ഈ അവിടുത്തെ ജനം ആ പെട്ടകത്തിൻ്റെ മരക്കോപ്പ് കൊണ്ട് തീ കത്തിച്ച് അവിടെ ഒരു ബലിപീഠം സജ്ജമാക്കി ആ കാളകളെ അറുത്ത് അവിടെ ഒരു യാഗമൊക്കെ അർപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു കൗതുകം തോന്നി, ഒന്ന് കുനിഞ്ഞ് നോക്കിയേക്കാമെന്ന്. അങ്ങനെ പെട്ടകം തുറക്കാൻ പാടില്ലാത്ത പെട്ടകം ചരിത്രത്തിൽ ആദ്യമായി ബെത്ശേമേശർ തുറന്നു നോക്കി. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സംഹാരം കണ്ടിട്ടില്ല. അന്ന് 54,000 പേരാണ് പട്ടുപോയത്. ഇത് കേൾക്കാത്തവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ വലിയ പങ്കും. രതീഷ് കേട്ടിട്ടില്ല അല്ലേ? ഫെബി കേട്ടിട്ടില്ല. നമ്മുടെ സഹോദരി ലിസയ്ക്ക് പിന്നെ എക്സ്ക്യൂസ് വിട്ടേക്കാം, പാവത്തെ വെറുതെ വിട്ടേക്കാം. കാരണം ആ കാലത്ത് സൺഡേ മീറ്റിങ്ങിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പം ഞാൻ പേര് പറഞ്ഞവരൊക്കെ. അല്ലാതെ ഇവിടെ ഒത്തിരി പേര് ഇരിപ്പുണ്ടല്ലോ, എല്ലാവരുടെയും പേരൊക്കെ എനിക്ക് അത്യാവശ്യമൊക്കെ അറിയാം, അങ്ങനെ ഓർമ്മക്കുറവൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു. അവർ കടന്നു ചെല്ലാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അവർ തുറന്നു നോക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അവർ തുറന്നു നോക്കിയത്. ആ കാലഘട്ടത്തിൽ ദൈവം അനുവദിച്ചിരുന്നില്ല ആ കാര്യങ്ങൾ. അതിനകത്തിരിക്കുന്ന മന്ന ഇട്ട് വെച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്ത വടിയും പിന്നെ നിയമത്തിൻ്റെ കൽപ്പനകളും ഈ കാര്യങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല, വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം മാളികമുറിക്ക് ശേഷമാണ് വെളിപ്പെടുന്നത്. ആ അഹരോൻ്റെ തളിർത്ത വഴി എന്നൊക്കെ പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നിത്യപൗരോഹിത്യത്തെയാണ് അത് കാണിക്കുന്നത് അല്ലേ? ഓരോരോ കാര്യങ്ങൾ മന്ന അതുപോലെ എല്ലാം വിശദീകരിക്കേണ്ട കാര്യങ്ങളല്ലേ? അതെല്ലാം വെളിപ്പെട്ട് വന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മന്ന പൊഴിയുന്നൊരു കാലഘട്ടം, വെളിപ്പാടുകളുടെ കാലഘട്ടം പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെളിപ്പാടുകൾ അങ്ങനെ ഒരു കാലം, പുത്രനെ കുറിച്ചുള്ള വെളിപ്പാടുകളാകട്ടോ, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റേ കയറിൻ്റെ തുമ്പത്തൊരു കാളയും ആ വെളിപ്പാടൊന്നുമല്ല. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഒരു കയറ് കണ്ടു, കയറിൻ്റെ തുമ്പത്തൊരു കാളയുണ്ട്, പിന്നെ അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അതെന്തിനെ കുറിക്കുന്നു ആർക്കറിയാം. അങ്ങനെ ഒത്തിരി കാളകളൊക്കെ ഈ നാട്ടിൽ നടപ്പുണ്ട്. അങ്ങനത്തെ വെളിപ്പാടൊക്കെ വിടുന്നേ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിലേക്ക് വരിക. എനിവേ, ഇപ്പം ഇത്രയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നെന്ന് അങ്ങ് വായിച്ചങ്ങ് വിട്ടാൽ മതിയായിരുന്നു. ഇനി ആ മറ്റേ സഹോദരൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരവും കൂടെ പറയണം, സമയവും മുന്നോട്ട് പോയി. പക്ഷെ പെട്ടെന്ന് അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ പണ്ഡിതന്മാരെ ആളുകളെ വഴിതെറ്റിക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് ഇത്രയൊക്കെ പറയേണ്ടി വന്നത്. ആളുകൾ തോളത്തെടുത്ത് വെച്ചേക്കുക ഭയങ്കര പണ്ഡിതന്മാരാണെന്നുള്ള രീതിയിൽ. എന്നാൽ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവർ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ മണ്ടത്തരമാണെന്ന് ആത്മാവിൽ ഇവർ തിരിച്ചറിയുന്നില്ല. കാരണം ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ചിരിക്കുകയല്ലേ. ഫാൻസ് അസോസിയേഷൻ രൂപീകരിച്ചിരിക്കുകയായതുകൊണ്ട് ഇനി താഴെ ഇറക്കി വെക്കാൻ പറ്റില്ലല്ലോ, ഇനി തോളത്ത് തന്നെ ഇരിക്കട്ടെ എന്ന ചിന്ത ആളുകളുടെ. അങ്ങനെ തോളത്തിരുത്തിക്കൊണ്ട് പോകുമ്പോഴാണ് നമ്മളും അവരും കൂടെ പോയി കുഴി ചാടുന്നത്. കുഴി ചാടാനിട വരും, അതിനവസരം വരരുത്. അതുകൊണ്ടാണ് ഈ ഒരൊറ്റ വാക്യം പോലെ റോമാലേഖനം 16:24 വായിച്ചു തുടങ്ങുക. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും. അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഇതെല്ലാം മറഞ്ഞിരിക്കുകയായിരുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ അങ്ങനെ ലഭിച്ചിരുന്നില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ലഭിച്ചിരുന്നെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം ഒന്ന് ധ്യാനിച്ചാൽ പോരെ. ഇസ്രായേലിൻ്റെ മഹാപുരോഹിതന്, അവൻ ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് കടന്നു പോകുന്നവനല്ലേ.
ദിനേനെ വിശുദ്ധ സ്ഥലത്ത് കടന്നു വന്ന് ധൂപം അർപ്പിക്കുന്നവനല്ലേ? അല്ലേ? ഈ വിളക്ക് തുടയ്ക്കുന്നതും കത്തിക്കുന്നതും ആരാ? ലേവ്യ പുസ്തകം 24-ാം അധ്യായം വായിച്ചതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം? അത് ഇസ്രായേലിൻ്റെ മഹാപുരോഹിതനല്ലേ വിളക്ക് കത്തിക്കുന്നത്. ധൂപം കാണിക്കുന്നതിന് മുമ്പ് വിളക്ക് ഒരുക്കണം. പ്രഭാതത്തിൽ വിളക്ക് ഒരുക്കുന്ന സമയമാണത്. സന്ധ്യായാഗത്തിന് മുമ്പ് വിളക്ക് കത്തിക്കും. ഇതൊക്കെ ചെയ്യുന്നത് മഹാപുരോഹിതനാണ്. ധൂപാർപ്പണമുണ്ട്, യാഗാർപ്പണമുണ്ട്, അതൊക്കെ പുരോഹിതന്മാർ ചെയ്യും. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ആ വിളക്കിൻ്റെ പ്രകാശനത്തിൽ അവർക്കൊന്നും മനസ്സിലായില്ലെന്നല്ലേ അർത്ഥമാക്കേണ്ടത്? സഹോദരങ്ങളെ, ഈ മെസ്സേജൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത് പറഞ്ഞ് ഫലിപ്പിക്കാനും കഴിയുന്നില്ല. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും വരും ചില സമയത്ത്. കാരണം ഞാൻ അറിഞ്ഞതും അനുഭവിച്ചതുമായ മഹത്തരമായ കാര്യങ്ങൾ അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയണം. കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത ഭയങ്കരമാണ്. അതായത് ഇസ്രായേലിൻ്റെ മഹാപുരോഹിതനെ ഞാൻ അങ്ങനെ കാണുകയാണ് ആത്മാവിൽ. ഓ, മുത്തൂറ്റ് ബാങ്കി പണയം വെച്ചാൽ അവരുടെ ഭണ്ഡാരശാലയിൽ മുഴുവനും ചില്ലറ കാണില്ല എടുത്തു തരാനായിട്ട്. അതുപോലത്തെ ഒരു വേഷഭൂഷാദിയിലാണ് മഹാപുരോഹിതൻ നിൽക്കുന്നത്. ആടയാഭരണങ്ങൾ അണിഞ്ഞ് അലങ്കാര വസ്ത്രങ്ങളാൽ അതിമനോഹരമായ നിലയിൽ അധികാരങ്ങളോടുകൂടി നിൽക്കുന്ന ഒരുവൻ, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനമുള്ള ഒരുവൻ, അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഷെഖൈനയുടെ കീഴിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരുവൻ, ദൈവശബ്ദം അവിടെ മുഴങ്ങിയാണ്, ആ ശബ്ദത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നൊരുവൻ, അതാണ് ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതന് പോലും മനസ്സിലാകാത്ത കാര്യങ്ങളാണ് എളിയവരായ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഇവിടെയാണ് നന്ദിയുള്ള ഹൃദയത്തിൻ്റെ വിഷയം ഉദിക്കുന്നത്. ഇവിടെയാണ് ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്നുള്ള വിഷയം ഉദിക്കുന്നത്. അതെന്താ അങ്ങനെ? അതങ്ങനെയല്ലേ? ഇസ്രായേലിൻ്റെ മഹാപുരോഹിതന് അന്തം വിട്ട് നിൽക്കുക. ആ സ്ഥാനത്ത് ക്രിസ്തുവിനെ കുറിച്ചുള്ള മഹത്വപൂർണമായ വെളിപ്പാടിൽ ഞാനും നിങ്ങൾ നിൽക്കുക. മഹാപുരോഹിതൻ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുക, നിങ്ങൾ എന്താ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ച്. അത്ര വലിയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ മീറ്റിങ്ങുകളിലും മെസ്സേജുകളിലൊക്കെ വെളിപ്പെട്ടു വരുന്ന തേജോമയനായ ക്രിസ്തുവാണ്. അല്ലാതെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1.5 കോടി വരുത്തുന്ന തലതിരിഞ്ഞവന്മാരാണോ നമ്മൾ? അങ്ങനത്തെ വിവരം കെട്ട മനുഷ്യരാണോ നമ്മൾ? നമ്മളെന്താ വെളിപ്പെടുത്തുന്നത്? മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ വീണ്ടെടുപ്പുകാരനെയാണ് നമ്മൾ രുചിച്ചറിയുന്നത്. അല്ലേ? ഈ റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയാണ്, ഫിലിപ്പിനോട് പറയാണ്, എനിക്കവനെ അറിയണം. അറിഞ്ഞില്ലേ? 30 കൊല്ലമായില്ലേ ദമസ്കോസ് മുതൽ ഈ കാരാഗ്രഹം വരെ? പോരാ, എനിക്കവനെ ഇനിയും അറിയണം. വിളക്ക് ഇനിയും പ്രകാശിക്കണം. എഫേസ്യരോട് പറയുമ്പോൾ എന്താ പറയുന്നത്? ഇനിയും ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന്. അല്ലേ? ദമസ്കോസിൽ വെച്ച് പ്രകാശിച്ചതല്ലേ? ചെതുമ്പലൊക്കെ വീണുപോയതല്ലേ? പിന്നെ പരിശുദ്ധാത്മ പൂർണ്ണനായി രംഗത്ത് വന്നവനല്ലേ? പോരാ, നിറവിൽ നിന്ന് നിറവിലേക്ക് ഇനിയും എനിക്ക് അവനെ അറിയണം. ഞാൻ അവനെ അറിഞ്ഞിട്ടില്ല, അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. പിടിക്കാമോ എന്ന് വെച്ച് പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലുള്ളതിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു. ഓ, ഭയങ്കരം. എത്രയോ ഗൗരവമായ ആഴമേറിയ കാര്യങ്ങളാണ് സഹോദരങ്ങളെ. പൂർവ്വകാലങ്ങളിൽ ഇതെല്ലാം മറഞ്ഞിരിക്കുകയായിരുന്നു. ഈ കാലത്ത് ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അല്ലേ? പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മം. ആ മർമ്മം എന്ന് പറയുന്നത് എന്താ? ഏത് പ്രവാചകന്റെ കാര്യം ഇവിടെ ഈ പറയുന്നത്? നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും പ്രവാചകന്റെ കാര്യമാണോ? ആ കരവാളൂരുള്ള പ്രവാചകന്റെ കാര്യമാണോ ഈ പറയുന്നത്? ആണോ? കരവാളൂരുള്ള പ്രവാചകൻ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലുണ്ടല്ലോ പ്രവാചകന്മാരും പ്രവാചകികളൊക്കെ. അവരുടെ കാര്യമാണോ ഈ പറയുന്നത്? സഹോദരങ്ങളെ, പഴയ നിയമ കാലഘട്ടത്തിലെ വിശുദ്ധ പ്രവാചകന്മാർ, മോശ മുതലുള്ള അനേക പ്രവാചകന്മാരാൽ എഴുതിയ വിശുദ്ധ ലിഖിതം, വിശുദ്ധ തിരുവെഴുത്ത്, ആ തിരുവെഴുത്തെല്ലാം മർമ്മമായിരിക്കുകയാണ്. ആ മർമ്മങ്ങൾ ഇപ്പോൾ ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടുകയാണ്. അല്ലേ? ആ മർമ്മങ്ങളിൽ നിന്ന് നമുക്ക് ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടുകയാണ്. ഇസ്രായേലിൻ്റെ ശാസ്ത്രിമാരോ, പിന്നെ അവരുടെ പുരോഹിതന്മാരോ, അവരുടെ മഹാപുരോഹിതന്മാരോ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്നാ മനസ്സിലാകുന്നത്? പ്രത്യേകിച്ചൊന്നും മനസ്സിലാകാനില്ല. ആദ്യം പെട്ടകമുണ്ടാക്കുന്ന കാര്യം പറയുന്നു, പിന്നീട് വിളക്കുണ്ടാക്കുന്ന കാര്യം പറയുന്നു. 1 താലന്ത് തങ്കത്തിൽ അടിപ്പുപണിയായിട്ട് പണിതൊരുക്കി എടുക്കേണ്ട വിളക്കിനെ കുറിച്ച് അവിടെ പറയാണ്.
അവർ പറയും അവിടെ ഒരു വിളക്കുണ്ടാക്കാൻ പറഞ്ഞു, അത് കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് വെക്കാൻ പറഞ്ഞു എന്ന് മാത്രമേ അവർ പറയൂ. അവർക്ക് അതിൽ കൂടുതലൊന്നും പറയാൻ അറിയില്ല. അതേസമയം നമ്മൾ ഇന്ന് ആത്മാവിൽ എന്ത് പറയും? ആ 1 താലന്ത് തങ്കം അടിപ്പുപണിയായി പണതെന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ പണിയപ്പെട്ടവനാണ്, അടിപ്പുപണിയായി പണിയപ്പെട്ടവനാണ്. ഗദസമന മുതൽ ഗോൽഗോഥ വരെയുള്ള ആ സഞ്ചാരം ഒന്ന് നോക്കിയേ. അല്ലെങ്കിൽ നസറത്ത് മുതലുള്ള സഞ്ചാരം നോക്കിയേ, അല്ലെങ്കിൽ ബത്ലഹേം മുതൽ ഗോൽഗോഥ വരെയുള്ള സഞ്ചാരം നോക്കിയേ. അവിടെയെല്ലാം അടിപ്പുപണികൾ കാണാം നമുക്ക്. വിശേഷാൽ ഗദസമന മുതൽ ഗോൽഗോഥ വരെ നോക്കിയാൽ അടിപ്പുപണികളാണ്, അടിപ്പുപണികളാണ്. അങ്ങനെ അടിച്ചടിച്ചടിച്ച് പണിതൊരുക്കിയ വിളക്കാണ് ആ വിളക്ക്. ഈ ലോകത്തിന് പ്രകാശം കൊടുക്കാൻ പിതാവായ ദൈവം അടിച്ചടിച്ചു പണിതെടുത്ത വിളക്കാണ് തൻ്റെ പ്രിയപുത്രൻ. യേശു എന്താ പറഞ്ഞത്? ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. അതെങ്ങനെയാണ് വെളിച്ചം കൊടുത്തത്? അടിപ്പുപണിയാൽ പണിതെടുത്ത വിളക്കാണത്, അല്ലേ? അതിലേക്ക് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടുവന്നു. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന പോലെ അവൻ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുകയാണ്. ആ ജീവിതം അടുത്ത് നിന്ന് കാണണം, പഠിക്കണം. അങ്ങനെ ലോകത്തിന് വെളിച്ചം കൊടുക്കുകയാണ്. പൂർവ്വകാലങ്ങളിൽ ഇതെല്ലാം മറഞ്ഞിരിക്കുകയല്ലായിരുന്നോ? പൂർവ്വകാലങ്ങളിൽ ഇത് മറഞ്ഞിരിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, ഈ പറയപ്പെട്ട 33.5 വർഷം കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ആ വാസക്കാലം അതും വിട്ടേക്കാം. അതിലെ ഒടുവിലത്തെ 3.5 വർഷക്കാലം, ആ 3.5 വർഷക്കാലം ഇതെല്ലാം മറഞ്ഞിരിക്കുകയായിരുന്നു. ആ 3.5 വർഷക്കാലവും ഈ പലസ്തീൻ്റെ മണ്ണിലൂടെ നടന്നിട്ട് ആരെങ്കിലും വല്ലതും മനസ്സിലായോ? ഒരാൾക്കും പിടികിട്ടിയില്ല. എല്ലാം മറഞ്ഞിരിക്കുകയായിരുന്നു സഹോദരങ്ങളെ. നിത്യദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നിയിട്ട് ഈ അന്ത്യകാലത്ത് അതെല്ലാം പുത്രൻ മുഖാന്തരം വെളിപ്പെടുത്തി തന്നു, അല്ലേ? ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം, അതായത് നമുക്ക് വേണ്ടി അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നമുക്ക് കാര്യങ്ങളെ തെളിവായി വെളിപ്പെട്ടു വന്നു. ഇത്രയും പറഞ്ഞതിൻ്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ഗഹനമായ പഠന വിഷയങ്ങളാണ്. ദൈവമക്കൾ ഈ വക കാര്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ താണിരുന്ന് പഠിക്കണം. ഈ വക കാര്യങ്ങളെല്ലാം അടുത്ത് നിന്ന് കണ്ട് പഠിക്കണം. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ദേവദാസൻ മലബാറിൽ നിന്ന് വിളിച്ചു. ഞങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ ഒരു 10-12 വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു രാത്രി ചെലവഴിച്ചിട്ടുള്ളവരാ. പിന്നീട് ഞങ്ങൾ തമ്മിലുള്ള കണക്ഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ അങ്ങ് വിട്ടുപോയി. പിന്നീട് ഏതോ ഒരു സമയത്ത് അദ്ദേഹം നമ്മളുടെ മെസ്സേജുകൾ ഇങ്ങനെ നിരന്തരം കേൾക്കാൻ ആരംഭിച്ചു. ഈ കേൾക്കുന്ന കാലത്തൊക്കെ അദ്ദേഹം ചിന്തിച്ചിരുന്നു, എവിടെ വെച്ച് കണ്ടു മറന്നൊരു മുഖമാണല്ലോ. പക്ഷെ അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം എന്നെ ടെലിഫോൺ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് 12 വർഷം പിന്നിൽ, 12-14 വർഷം പിന്നിൽ ഞങ്ങൾ മലബാറിൻ്റെ മണ്ണിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് കണ്ട ആ ഒരു കാര്യം പറഞ്ഞത്. അങ്ങനെ അനവധി കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഈ പഴയ നിയമ പുസ്തകങ്ങളും പുതിയ നിയമ പുസ്തകങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് സഭയെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പഠനങ്ങൾ അന്യം നിന്ന് പോയൊരു കാലഘട്ടമാണ്. അതിനിടയിലാണ് ഇടയ്ക്കിടയ്ക്ക് ദൈവദാസൻ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആത്മാവിലൊരു സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറയായിരുന്നു. ആത്മാവിലൊരു സന്തോഷമുണ്ടെന്ന്. ഈ ഓരോരോ കാര്യങ്ങളുടെയും ഗൗരവം, വലിയ ഗൗരവമല്ലേ ഇതെല്ലാം, അല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒന്നോടെ ഓർമ്മിപ്പിക്കാം. ആ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയുടെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിനകത്തേക്ക് ആ തിരി ഇറക്കി വെക്കുന്ന കാര്യം പറഞ്ഞു. തിരി ദിവസേന കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തിരി കത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ടല്ലേ പൗലോസ് പറയുന്നത് ഞാൻ ദിവസേന മരിക്കുന്നു എന്ന്? അത് കണ്ടിട്ടല്ലേ പൗലോസ് പറയുന്നത് ഞാൻ ദിവസേന ക്രൂശിക്കപ്പെടുന്നു എന്ന് പറയുന്നത്? ദിവസേന ക്രൂശിക്കപ്പെടുന്നു, ദിവസേന മരിക്കുന്നു. ആത്മാവിലാണ് ഈ മർമ്മങ്ങളൊക്കെ പ്രസ്താവിക്കുന്നത്. ഒരു കാലത്ത് മറഞ്ഞിരുന്ന കാര്യങ്ങൾ അഭിഷിക്തന്മാർ ഇപ്പോൾ ആത്മാവിൽ വെളിപ്പെടുത്തി തരികയാണ്. വിശുദ്ധ പ്രവാചകന്മാരുടെ എഴുത്തുകളിലൂടെ മറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ആത്മാവിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി എന്ന് നമ്മൾ അവകാശപ്പെടും? നമുക്കിപ്പോഴും ഇതെല്ലാം മറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ പഴയ നിയമത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പോലെയല്ലേ? അനേകരെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഇവരെല്ലാം പഴയ നിയമത്തിൽ ജീവിക്കുന്നവരായിട്ടാണ് തോന്നുന്നത്. കാരണം എന്താ? പുതിയ നിയമ കാലഘട്ടത്തിൽ ലഭിക്കേണ്ടതായ ആഴമേറിയ വെളിപ്പാടുകൾ പലർക്കും ലഭിക്കുന്നില്ല. 27 പുസ്തകം അല്ല നമ്മുടെ കയ്യിലുള്ളൂ, 66 പുസ്തകമാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഈ 66 പുസ്തകത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ആഴത്തിൽ നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. ഉപദേശ പെശകുകളുടെ ഒരു കാലമാണ്, വഞ്ചനകളുടെ കാലമാണ്. അനേക സ്ഥലങ്ങളിൽ സീനിയർ ശുശ്രൂഷകന്മാരായിരുന്നവർ
വഴിതെറ്റിക്കഴിഞ്ഞു. പലരും തെറ്റായ ഉപദേശങ്ങളുമായി വരുന്നു. അനേകരുടെ വിരുദ് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഞാൻ പറയാറില്ലെന്നേ ഉള്ളൂ, കാരണം കൺഫ്യൂഷൻസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചുറ്റോട് ചുറ്റും. അവരുടെ ശിഷ്യഗണങ്ങളൊക്കെ നമ്മുടെ മെസ്സേജുകളുടെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പലതും റെസ്പോണ്ട് ചെയ്യാത്തതിൻ്റെ കാരണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നോർത്താണ്. അവരിൽ പല ആളുകളും വരുന്നുണ്ട്, സത്യവിശ്വാസത്തെ അവർ ആക്രമിക്കുന്നുണ്ട്. അവർക്ക് ലഭിക്കപ്പെട്ട വെളിപ്പാടെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലല്ല. പുതിയ നിയമസഭയ്ക്ക് വിശ്വാസ സ്നാനം അനിവാര്യമല്ല, രക്ഷ മാത്രമേ ഉള്ളൂ. സ്നാനം യഹൂദനുള്ളതാണ് എന്നൊരുവൻ പഠിപ്പിക്കുമ്പോൾ അവരുടെ ആളുകൾ വന്ന് 4 സൈഡിൽ നിന്നാണ് ആക്രമിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മൾ വിശ്വാസ സ്നാനത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് മറ്റൊരു മീറ്റിങ്ങിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ സംസാരിക്കുന്ന മെസ്സേജുകൾ യൂട്യൂബിൽ വരുമ്പോൾ ഇവരാണ് വന്ന് ആക്രമിക്കുന്നത്. എപ്പിസ്കോപ്പൽ സഭകളിലുള്ളവർ ശിശു സ്നാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ആർഗ്യൂ ചെയ്തു വരും. അത് നമുക്കറിയാം. അവർ സ്വാഭാവികമായിട്ട് ആർഗ്യൂ ചെയ്യും. വിശ്വാസത്താലുള്ള നീതീകരണത്തെ അവർ എതിർക്കും. അതേസമയം ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ളൊരു കൂട്ടരും കൂടെ പുതുതായി യുദ്ധമുഖത്തേക്ക് കടന്നു വരുന്നു. യുദ്ധമുഖത്ത് പുതിയ ഭടന്മാർ കടന്നു വരികയാണ്. അവരുടെ വക ആക്രമണങ്ങളും കൂടെ നേരിടേണ്ട ഒരു കാലമാണിത്. പലതരക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയരായവർ, ദൈവവചനത്തിന് ഗൗരവം കൊടുത്തുകൊണ്ട് വളരെ ആഴത്തിലും ഗൗരവത്തിലും ഇതൊക്കെ പഠിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങണമെന്നുള്ളതാണ് എനിക്ക് സഹോദരങ്ങളോട് താഴ്മയോട് അപേക്ഷിക്കാനുള്ളത്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം തെളിയിക്കുകയാണ് ചെയ്തത്. 2 പ്രധാനപ്പെട്ട കാര്യമാണ് തെളിയിച്ചത് ഈ റോമലേഖനം 16-ാം അധ്യായത്തിൽ നിന്ന്. ഒന്ന്, പൂർവ്വകാലങ്ങളിൽ ഇതെല്ലാം മറഞ്ഞിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. 2, പൂർവ്വകാലങ്ങളിൽ വിശുദ്ധ പ്രവാചകന്മാർ എഴുതി വെച്ച കാര്യങ്ങൾ അന്ന് മറഞ്ഞിരിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ അത് മറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ആ വിശുദ്ധ രേഖകളെല്ലാം ഇന്ന് ആത്മാവിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്, അല്ലേ? ആ വിശുദ്ധ തിരുവെഴുത്തുകളെല്ലാം ഇന്ന് ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടണം. കിട്ടിയിട്ടില്ലെങ്കിൽ അപകടമാണ്. ആ വെളിപ്പാടുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ആ വെളിപ്പാടുകൾ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഈ പറയുന്ന പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു സമാഗമന കൂടാരം ഉണ്ടായിരുന്നു. അത് ദൈവസഭയുടെ നിഴലാണ്. അത് എനിക്കും നിങ്ങൾക്കും നിഴലാണ്. ആ കൂടാരം ചരിച്ചതും അത് ഓരോ സ്ഥലത്തും പാളയമടിച്ചതും അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ലൈഫ് അതുപോലെ ആയിരിക്കും. ആ സഞ്ചാരം പോലെയാണ് നമ്മുടെ ലൈഫും. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ കൂടാരത്തിലേക്ക് നോക്കുമ്പോൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദീർഘചതുരാകൃതിയിലുള്ള തകശുതോൽ കൊണ്ട് മൂടിയിട്ടിരിക്കുന്ന ഏതാണ്ട് ഒരു കറുപ്പും ഗ്രേയും ഒക്കെ വരുന്ന ഒരു കളറിലാണ് ഈ തകശുതോലിൻ്റെ കളറെന്ന് പറയുന്നത്. അപ്പോൾ വിദൂരതയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്താ? രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒരു സൗന്ദര്യവുമില്ലെന്നുള്ളൊരു കാഴ്ചയാണ് അകലെ നിന്ന് നോക്കുന്നയാൾക്ക് മനസ്സിലാകുന്നത്. ഇത് എവിടെ നിന്നാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ നിന്നല്ലേ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സമാഗമന കൂടാരം അകലെ നിന്ന് നോക്കി കാണുന്ന ഒരാൾക്ക് ഇങ്ങനെയേ കാണാൻ കഴിയൂ. സമാഗമന കൂടാരം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ നിഴലാണത്. ക്രിസ്തുവിൻ്റെ ലൈഫിന് നിഴലാണത്. ഈ കൂടാരത്തിൻ്റെ ഓരോരോ കാര്യങ്ങളും വർണ്ണിച്ചുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ ഈ സുവിശേഷങ്ങളിലൂടെ അടുത്തു നിന്ന് കാണാൻ കഴിയുന്നത്. ആ ജനനം മുതൽ ക്രൂശീകരണം, പിന്നത്തേതിൽ അടക്കം, ഉയർപ്പ്, ഇതെല്ലാം ഇത് വെച്ച് ചേർത്താണ് നമ്മൾ പഠിക്കുന്നത്. ഇത് വെച്ച് പഠിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അവിടെ മാത്രമല്ല, മറ്റ് പല ഭാഗങ്ങളുമുണ്ട്. മറ്റ് പല ഭാഗങ്ങളും ചേർത്ത് വെച്ചാണ് പഠിക്കുന്നത്. ഉത്തമഗീതത്തിൽ നിന്ന് അനവധി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുണ്ട്. സെക്രിയാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് എന്ന് വേണ്ട എവിടെയെല്ലാമാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതെന്ന് അറിയാവോ? എവിടെയെല്ലാമാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ദൈവസഭയുടെ പിക്ചർ വെളിപ്പെട്ട് വരുന്നത്. ഇന്ന് കർത്താവിൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ഈ ലോകം അവരെ പകയ്ക്കുന്നുണ്ട്. ഈ ലോകം അവരെ കളിയാക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട്, അപഹസിക്കുന്നുണ്ട്, ദുഷിക്കുന്നുണ്ട്, പഴിക്കുന്നുണ്ട്, വെറുക്കുന്നുണ്ട്. അങ്ങനെ അനവധി കാര്യങ്ങളാണ് അവർ നോക്കിയിട്ട് പറയുന്നത്. എന്താണെന്നറിയാവോ? ഈ ഏറ്റവും പുതിയ കാലയളവിൽ വിളിക്കുന്ന പേരാണ് പെട്ടിക്കടക്കാരെന്നാണ് വിളിക്കുന്നത്. പെട്ടിക്കടക്കാർ. പണ്ട് കലക്കവെള്ളത്തിൽ വീഴുന്നവരെന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ പോത്തുകുളത്തിൽ വീണവരെന്നാണ് പറയുന്നത്. പോത്തുകുളം.
അങ്ങനെ അനവധി പേരുകളാണ് അവർ ചാർത്തി തരുന്നത്. ഇതെല്ലാം ഇവർ ചാർത്തി തരുമ്പോൾ ഞാനിങ്ങനെ ചിരിക്കാറുണ്ട്. ദൈവമേ, ശരിക്കും ദൈവസഭയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ തന്നെയാണ് അവർ പറയുന്നത്. ദൈവസഭയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ. സമാഗമന കൂടാരത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? അതേ കാര്യം തന്നെയാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ. അവൻ നിന്ദിതനായിരുന്നു, അവൻ അപമാനിക്കപ്പെട്ടവനായിരുന്നു, അവൻ ത്യജിക്കപ്പെട്ടവനായിരുന്നു, അവൻ വെറുക്കപ്പെട്ടവനായിരുന്നു, അവൻ തള്ളപ്പെട്ടവനായിരുന്നു. അങ്ങനെ അനവധി കാര്യങ്ങളാണ്. അതേ കാര്യം തന്നെയാണ് വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ. ലോകം അങ്ങനെയാണ് കാണുന്നത്. 1 പത്രോസ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ലോകം തള്ളിയ കല്ല് എന്നാണ് കാണുന്നത്. അങ്ങനെയല്ലേ കാണുന്നത്? 1 പത്രോസ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വാക്യമൊക്കെ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ആ വാക്യത്തിൻ്റെ ഒന്നും ആഴവും അർത്ഥവും മനസ്സിലാക്കുന്നില്ല. 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം തുടങ്ങുന്നത് മനുഷ്യർ തള്ളിയതെങ്കിലും എന്ന് വെച്ചാൽ ലോകം തള്ളിയ കല്ലെന്നാണ് യേശുക്രിസ്തുവിനെ വിളിക്കുന്നത്. ലോകം തള്ളിയ കല്ല്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മാന്യമായ കല്ലെന്നുള്ള നിലയിലാണ് കർത്താവിനെ കാണുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട കല്ലാണ്. നമ്മുടെ കർത്താവ് തെരഞ്ഞെടുക്കപ്പെട്ട കല്ലാണ്. മാന്യമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് ലോകം തള്ളിയ കല്ലാണ് നമ്മുടെ കർത്താവെങ്കിൽ, നാം കർത്താവിൻ്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ലോകം നമ്മയും തള്ളും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത്? ഈ ലോകം എന്നെ പകച്ചു, നിങ്ങളെയും പകയ്ക്കുമെന്നാണ് പറഞ്ഞത്. യോഹന്നാന്റെ ലേഖനത്തിലും അങ്ങനെ തന്നെയാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ഈ ലോകം എന്നെ പകച്ചു, അത് നിങ്ങളെയും പകയ്ക്കും. അല്ലേ? ലോകം കർത്താവിനെ പകച്ചെങ്കിൽ തൻ്റെ ജനത്തെയും പകയ്ക്കും. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. ഇന്ന് പലരും ലോകത്തിൻ്റെ സ്നേഹിതന്മാരായിരിക്കാൻ ഉത്സാഹിക്കുന്ന ഒരു കാഴ്ചയാണ്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികളാകട്ടെ, ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളാകട്ടെ, നമ്മുടെ ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, സഹോദരങ്ങളാകട്ടെ, അയൽവാസികളാകട്ടെ, ഈ പറയപ്പെട്ട ഗണത്തിൽ നിന്നൊക്കെ സത്യവിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇവിടെ ഞാൻ കുറച്ചുകൂടി ഒന്ന് കടത്തി പറയാം. ഇങ്ങനെയൊന്നും കടന്നുപോയി പറയാനായിട്ട് ചിന്തിച്ചിരുന്നതല്ലെങ്കിലും ഇങ്ങനെ അനുകൂലമായി വന്നതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. പല സഹോദരങ്ങളെ എനിക്കറിയാം, ഏകരായി വിശ്വാസത്തിൽ വന്നവർ എന്നെ കേൾക്കുന്നുണ്ട്, പിന്നത്തേതിലും കേൾക്കുന്നവരുണ്ട്. ചില സഹോദരിമാർ തനിച്ചു വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്, ചില സഹോദരന്മാർ തനിച്ചു വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. ചിലരുടെ അമ്മയപ്പന്മാർ വിശ്വാസത്തിൽ വന്നിട്ടില്ല, ചിലരുടെ മക്കൾ വിശ്വാസത്തിൽ വന്നിട്ടില്ല. അങ്ങനെ വിവിധ നിലകളിലാണ് നമ്മളിൽ പലരും ഇതിനകത്ത് ആയിരിക്കുന്നത്. വിവിധ നിലകളിൽ വേണമെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കർത്താവിന് നമുക്ക് അനുകൂലമാക്കി തരാം, അല്ലേ? വേണമെങ്കിൽ ഈ പറയപ്പെട്ട ആളുകളെയൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് അനുകൂലമാക്കി തരാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ഈ പറയപ്പെട്ട നിലയിൽ നമ്മൾ അനുഭവിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, കടന്നു പോകേണ്ടതായ ചില വഴിത്താരകളുണ്ട്. അതിലൂടെ കടന്നുപോയി ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നടന്നുപോയ വഴിയിലൂടെ നടന്ന് നമ്മൾ അതേ നിലയിൽ അനുഭവിക്കേണ്ടതിന്, ക്രിസ്തുവിൻ്റെ അതേ ഭാവം നമ്മിൽ വരേണ്ടതിന് നമ്മെ ട്രീറ്റ് ചെയ്യുന്ന രീതികളുണ്ട്. ചിലപ്പോൾ ഭാര്യയിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ ഭർത്താവിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ രണ്ടുപേരും വിശ്വാസ വഴിയിലായിരിക്കാം. എന്നാൽ വെളിപ്പാടില്ലാത്തൊരു ഭർത്താവും അല്ലെങ്കിൽ വെളിപ്പാടില്ലാത്തൊരു ഭാര്യയും അവിശ്വാസിക്ക് തത്തുല്യമാണ്. അതെ, യാതൊരുവിധ വെളിപ്പാടും പ്രാപിക്കാത്തൊരു ഭാര്യ, യാതൊരുവിധ വെളിപ്പാടും പ്രാപിക്കാത്തൊരു ഭർത്താവ്. നിങ്ങളത് ഭാവന കണ്ടേ? ഒരുപക്ഷെ ഭാവന കാണണ്ടായിരിക്കും. ചിലർ മനസ്സുകൊണ്ട് ചിന്തിക്കുകയായിരിക്കും, ഇങ്ങനെ എന്തിനാ ഭാവന കാണാൻ പറയുന്നത്, ഞാൻ അനുഭവിക്കുന്നതാണല്ലോ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. സഹോദരങ്ങളെ, അതെല്ലാം റോമാലേഖനത്തെ വാക്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ്. നമ്മെ ആ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യം ഞാൻ എന്തിനാ പറഞ്ഞത്? ആ കല്ലിനോട് നാം അടുക്കുമ്പോൾ സ്വാഭാവികമായും ലോകം നമ്മെ പകയ്ക്കും. ലോകം അകത്തുള്ള പെന്തിക്കോസുകാരനും നമ്മെ പകയ്ക്കും. ഒന്നുകൂടെ പറഞ്ഞേക്കാം, ഈ ലോകം നമ്മെ പകയ്ക്കുമെന്നാണല്ലോ പറഞ്ഞത്. ലോകം അകത്തുള്ള പെന്തിക്കോസുകാരില്ലേ, അവരും സ്വാഭാവികമായിട്ടും സത്യവിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരെ പകയ്ക്കും. അതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. എന്തിനാ ആശ്ചര്യപ്പെടുന്നത്? അതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. കാരണം അവർക്കിത് വിവേചിക്കാൻ കഴിയുന്നില്ല, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല, ദൈവത്തിൻ്റെ കാര്യപരിപാടികളെ വിവേചിക്കാനും കഴിയുന്നില്ല. അങ്ങനെ കഴിയാത്തതുകൊണ്ടാണ് അവർ വെറുക്കുന്നതും പകയ്ക്കുന്നതും ഒക്കെ. അപ്പോൾ അതിൽ പലരും പതറിപ്പോകുന്നുണ്ട്.
അതിനൊരു തിരുത്താണ് നമ്മളിന്ന് നൽകുന്നത്. അങ്ങനെ പതറാൻ പാടില്ല. എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ ദൈവം അനുവദിക്കുന്നില്ല. ചിലരുടെ എല്ലാം ജീവിതത്തിലാണ് അങ്ങനെ അനുവദിക്കുന്നത്. ചിലരുടെ എല്ലാം ജീവിതത്തിൽ അതെന്തിനാ? കൂടുതൽ ശോഭയോടെ നമ്മൾ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ശോഭയോടെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണോ ഫർണസ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ വെക്കാം. ഫർണസ് അഥവാ ഉല നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ വെക്കും. നമ്മുടെ സ്വന്തം വീട്ടിൽ, ചിലപ്പോൾ ഓഫീസിലായിരിക്കും, ചിലപ്പോൾ മറ്റ് ഇടങ്ങളിലായിരിക്കും ദൈവം അത് അനുവദിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, നമ്മുടെ വീട്ടിൽ തന്നെയായിരിക്കും. അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം പൗലോസിന് കാരാഗൃഹത്തിൽ കിടന്ന് നമ്മോട് പറയാനുള്ളത് എന്താ? സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. അങ്ങനെ പറയുമ്പോൾ ഞാൻ അല്പം മുമ്പ് പറഞ്ഞത് ഓർമ്മയിൽ വെക്കണം. ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ അലങ്കാര വിഭൂഷിതനായി നിൽക്കുന്നു. ആടയാഭരണങ്ങളാൽ അധികാരങ്ങളാൽ ഒക്കെ നിൽക്കുകയാണ്. കണ്ടാൽ യോഗ്യനാണ്. പക്ഷെ വേണ്ടത്ര വെളിപ്പാടില്ല പുള്ളിക്ക്, വേണ്ടത്ര വെളിപ്പാടില്ല. അങ്ങേരുടെ മുമ്പിൽ എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. പുള്ളി ശുശ്രൂഷയ്ക്ക് കടന്നു വരുമ്പോൾ തന്നെ പുള്ളിയെ സ്വാഗതം ചെയ്യുന്നൊരു പ്രാകാര മറശീലയാണ്. അകത്തേക്ക് കയറി വരുമ്പോൾ ഒരു കൂടാര മറശീല, പിന്നെ ഒരു തിരശീല. ഇത് നിരന്തരം പുള്ളി കണ്ടുകൊണ്ടിരിക്കുക. എല്ലായ്പ്പോഴും എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ അനേക കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നതിൻ്റെ നടുവിലാണ് അദ്ദേഹം ശുശ്രൂഷിക്കുന്നത്. അതേസമയം ആ മഹാപുരോഹിതനേക്കാളും എത്ര വലിയ വെളിപ്പാടിലേക്കാണ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. വെളിപ്പാടുകളുടെ കലവറയൊക്കെ തുറന്നൊരു കാലഘട്ടത്തിലാണ് നമ്മെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സന്തോഷിപ്പീൻ. ഏതുകൊണ്ടാ? സുവിശേഷങ്ങളിൽ, വിശേഷിച്ച് മത്തായി അതുപോലെ ലൂക്കോസ്, 2 സുവിശേഷങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാനും കാണുവാനും ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ആഗ്രഹിച്ചു, പക്ഷെ അവർക്കാർക്കും വെളിപ്പെട്ട് കിട്ടിയില്ല. അവർക്ക് കാണാൻ കഴിഞ്ഞില്ല, അവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇത് കേൾക്കുന്ന നിങ്ങളുടെ കാത് ഭാഗ്യമുള്ളത്, അല്ലേ? ഇത് കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. തേജോമയനായ ക്രിസ്തുവിനെ ആ മറുരൂപമലയിൽ കണ്ട പത്രോസ് ആശ്ചര്യം കൊണ്ടുപോയി. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന ചോദിക്കുന്നത്. ഇവിടെ തന്നെ കൂടിയേക്കാം, നമുക്കൊരു 3 കുടിൽ വെച്ചേക്കാം. ഇവിടം വിട്ട് എങ്ങോട്ട് പോകുന്ന ചോദിക്കുന്നത്. ഇവിടം വിട്ട് എങ്ങോട്ട് പോകുന്നു? ഇതേ കാര്യം തന്നെയാണ് അവർ പിന്നെയും പറഞ്ഞത്. എല്ലാവർക്കും പോകാമല്ലോ, പോകാം, എല്ലാവർക്കും പോകാം, നിങ്ങൾക്കും പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് പത്രോസ്? നിന്നെ വിട്ട് എവിടെ പോകുന്ന ചോദിച്ചത്. നിന്നെ വിട്ടിട്ട് ഞങ്ങൾക്ക് എങ്ങും പോകാൻ കഴിയില്ല. അയ്യോ, ഇത് കഠിന വാക്കെന്ന് പറഞ്ഞാൽ പലരും പോയത്, എന്നിട്ട് നിങ്ങൾ പോകുന്നില്ല. അതിൻ്റെ കാരണം എന്നാ? വെളിപ്പാടുകളുടെ കലവറ നിങ്ങൾക്കാണ് തരാൻ പോകുന്നത്. അവരെല്ലാം അപ്പം തിന്നിട്ട് പോകും. അവരെല്ലാം വിടുതലും അപ്പവും തിന്ന് ഏമ്പക്കവും വിട്ടിട്ട് പോകും. അത്രയേ ഉള്ളൂ. വിടുതലും ഏമ്പക്കവും ഒക്കെ വിട്ടിട്ട് പോകും. പക്ഷെ നിങ്ങളങ്ങനെയല്ല. നിങ്ങളെ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പുതിയ ഉടമ്പടി സ്ഥാപിക്കാൻ പോകുന്നത്. കഫർന്നഭൂമി വെച്ചിട്ട് എല്ലാവരും എന്താ പറഞ്ഞത്? കഠിന വാക്കുകളാണ്. ഒരു വിടുതലുമില്ല അവിടെ ആശ്വാസകരമായ ഒരു കാര്യവും കേൾക്കുന്നില്ല. എന്തൊക്കെയോ കല്ലിൻ്റെ അടുക്ക പോകുന്ന കാര്യം പറയുന്നു, എന്തൊക്കെയോ മൂടിയിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അത്ര തന്നെ, അതിലപ്പുറം ഉള്ളതൊന്നും കേൾക്കാനില്ല. അപ്പം ചോദിക്കുക, നിങ്ങൾക്കും പോകാൻ പാടില്ലേ എന്ന്. എന്താ മറുപടി? നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇനി ഒരു പോക്കടമില്ലെന്നേ, വേറൊരു സ്ഥലമില്ല, ഇനിയൊരു പോക്കടമില്ല. എങ്ങോട്ട് പോകാനാ ഇനി? അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. ഈ വന്നുകൂടി അപ്പം നിന്ന് 5000 പേരൊന്നും മാളികമുറിയിൽ അന്തി അത്താഴ സമയത്ത് പുതിയ ഉടമ്പടി സ്ഥാപിക്കാൻ നേരത്ത് ഉണ്ടായിരുന്നില്ല. ഈ കഠിനമായ കാര്യങ്ങൾ കേട്ടവരെ, ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് നിന്ന് സഹിച്ചവരെ, ആ പഴികളും ദുഷികളും ഏറ്റവരെ, അവരെയാണ് താൻ ചേർത്ത് നിർത്തിയത്. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് താക്കോൽ കൈമാറിയത്. വെളിപ്പാടുകളുടെ താക്കോലാണ് കൈമാറിയത്. കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ്. അവരൊരിക്കലും ആ കാര്യത്തെക്കുറിച്ച് നീരസപ്പെട്ടിട്ടില്ല. കഠിനവാക്കുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ അവർ തുനിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവരെ കരങ്ങളിൽ ഉപയോഗിച്ചത്. ചരിത്രമാണ്. എന്താ പറഞ്ഞത്? ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ, അവരുടെ പ്രവാചകന്മാർ, അവരുടെ രാജാക്കന്മാർ, അവരെല്ലാം ഒരു സൈഡിൽ നിർത്തിയിട്ട് റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു പുതിയ നിയമ ഭക്തനെ നിങ്ങൾ കാണണം. മറുസൈഡിൽ അവരെല്ലാം അധികാരങ്ങളിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം ചങ്ങലയാൽ ബന്ധിതനായി കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് എന്താ പറയുന്നത്? എപ്പോഴും സന്തോഷിപ്പിനെന്നാണ് പറയുന്നത്.
അതിനു മുമ്പ് ഒരു കാരാഗ്രഹവാസത്തിൽ അഗ്രിപ്പാവിനോട് പറഞ്ഞത് എന്താ? ഈ ചങ്ങലയൊഴിയെ നീയും എന്നെ പോലെ ക്രിസ്ത്യാനിയാകണമെന്ന്. ആധികാരികമായ ശബ്ദമാണത്, ആധികാരികമായ ഒരു ശബ്ദമാണ്. ഇന്നൊരു കത്തോലിക്ക പുരോഹിതനുമായിട്ട് സംവേദിക്കാൻ ഇടവന്നു. ആ കത്തോലിക്ക പുരോഹിതനോട് ഞാൻ പറഞ്ഞു, ഓപ്പണായിട്ട് പറഞ്ഞു, അനേകരെ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്ന താങ്കളെ കാത്തിരിക്കുന്ന ന്യായവിധി കഠിനമായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, താങ്കളാണോ അത് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു. യെസ്, സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവൻ്റെ ദാസനാ പറയുന്നത്. താങ്കൾ വെറും ഒരു പുരോഹിതൻ, ഞാനോ സ്വർഗത്തിനും ഭൂമിക്കും ദാസനായിരിക്കുന്നവൻ്റെ ശുശ്രൂഷകൻ പറയുന്നു, താങ്കളെ കാത്തിരിക്കുന്ന ന്യായവിധി കഠിനമായിരിക്കുമെന്ന്. താങ്കൾക്കും താടിയുണ്ട്, എനിക്കും താടിയുണ്ട്. ആ താടി ഇത്തിരി നരച്ചെന്നേ ഉള്ളൂ, എൻ്റേത് അത്രയും നരച്ചിട്ടില്ലെന്നേ ഉള്ളൂ. വ്യത്യാസം അതല്ല, താടി നരച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വ്യത്യാസം. അധികാരത്തിൻ്റെ വ്യത്യാസമാണ്, നിയോഗത്തിൻ്റെ വ്യത്യാസമാണ്, വിളിയുടെ വ്യത്യാസമാണ്, അപ്പോയിൻമെൻറ്റിൻ്റെ വ്യത്യാസമാണ്. ആ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, സകല വിഗ്രഹാരാധകരെയും കാത്തിരിക്കുന്നത് കഠിനമായ ന്യായവിധിയാണ്, കഠിനമായ ന്യായവിധിയാണ്. ഒരു എപ്പിസ്കോപ്പൽ സമൂഹത്തിലുള്ളൊരു പുരോഹിതനോട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ പറയുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, ഓപ്പണായിട്ട്. ഓപ്പൺ ഫൈറ്റൊന്നും അല്ലായിരുന്നു, പക്ഷേ ഓപ്പണായിട്ട്. സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറക്കട്ടെ. വൈകിയ സമയമാണ്, ഏതാണ്ടൊക്കെ നരച്ചു തുടങ്ങിയൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരി പ്രായമുണ്ട്. ആ പ്രായത്തിൽ അദ്ദേഹം സാക്ഷാൽ സത്യേക ദൈവത്തെ അറിയുവാനും അനുഭവിക്കുവാനും ഇടയാകട്ടെ. സത്യേക ദൈവത്തെ. ഇന്നലെ ഒരു സീനിയർ മെത്രാപ്പോലീത്ത യോഗയുടെ മുദ്രയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു. യോഗ, ഓർത്തഡോക്സിലെ തുമ്പമൺ ഭദ്രാസന മെത്രാപ്പോലീത്ത യോഗ നടത്തുന്നു. യോഗയ്ക്ക് ഒത്തിരി മുദ്രകളൊക്കെയുണ്ട്, അതിൻ്റെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഒരു ഹൈന്ദവ വിശ്വാസവുമായി കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതിൻ്റെ പ്രചാരകരാണ് ഇപ്പോൾ ഈ എപ്പിസ്കോപ്പൽ സഭകളിലെ പുരോഹിതന്മാരും മേൽപ്പട്ടക്കാരും ഒക്കെ. അവരൊക്കെ അതിൻ്റെ വലിയ ഗുണഭോക്താക്കളും അല്ലെങ്കിൽ പ്രയോക്താക്കളും ഒക്കെയാണ്. ആളുകളെയൊക്കെ അതിലേക്ക് ആകർഷിക്കുന്നവരാണ്, അതിലേക്ക് ആകർഷിക്കുകയാണ്. യോഗയിലൂടെ ആനന്ദം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. യോഗയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആനന്ദം ഭയങ്കരമാണെന്ന്. പക്ഷേ വിശുദ്ധന്മാരെ സംബന്ധിച്ച് പുസ്തകം പഠിപ്പിക്കുന്ന ആനന്ദം യോഗയിലൂടെയൊന്നുമല്ല. അവരുടെ ആനന്ദം ക്രിസ്തുവിലാണ് അല്ലേ? ക്രിസ്തുവിലല്ലേ ആനന്ദം? എന്താ സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത്? അനേകർക്ക് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അധികം വെളിപ്പാട് കിട്ടിയെന്ന് വെച്ചാൽ ഇല്ല. കിട്ടിയ കാര്യങ്ങളോ അതിൽ തൃപ്തരാകൂ, അതിൽ സന്തോഷിക്കൂ. എന്നിട്ട് കൂടുതൽ വെളിപ്പാടുകൾക്ക് വേണ്ടി കാത്തിരിക്കൂ. കൂടുതൽ വെളിപ്പാടുകൾക്ക് വേണ്ടി കാത്തിരിക്കൂ. ഒരുവനായ ദൈവം നമുക്ക് ആ വെളിപ്പാടുകൾ നൽകും. തുടക്കത്തിലൊരു സഹോദരൻ്റെ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും പോകാനിട വന്നത്. ആ സഹോദരൻ ചോദിച്ചത് വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ കണ്ട ആ തേജോമയ രൂപം, ആ രൂപം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രൂപമാണ്. അവൻ്റെ കയ്യിലിരിക്കുന്ന 7 നക്ഷത്രം, ആ 7 നക്ഷത്രം സഭയുമായി ബന്ധപ്പെട്ടല്ലേ, സഭയല്ലേ ആ നക്ഷത്രം എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ശരീരം സഭയാണെങ്കിൽ ആ നക്ഷത്രം എങ്ങനെയാണ് സഭയുടെ കയ്യിലിരിക്കുന്നതെന്നാണ് ചോദ്യം വന്നത്. ആ ചോദ്യത്തിന് ഒരു വിശദമായ മറുപടി തന്നെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ശിരസ് ക്രിസ്തുവും ശരീരം സഭയെന്നുള്ളത് നമ്മൾ പറഞ്ഞു. കർത്താവ് തിരഞ്ഞെടുത്ത ശുശ്രൂഷകന്മാരെയാണ് ദൂതന്മാരെന്ന് കാണിക്കുന്നത്. ശുശ്രൂഷകന്മാർ സഭയിലാണ് ശുശ്രൂഷിക്കുന്നത്. ഇതെല്ലാം വെച്ചിട്ടാണ് ആ കാര്യങ്ങളെ പറഞ്ഞു വിട്ടത്. ഇനി ഒരു ചോദ്യത്തിനും കൂടെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ഏതാണ്ട് പര്യവസാനിപ്പിക്കാം. അതിനുള്ള സമയം ഇനി മുമ്പിലുള്ളൂ. അത് തന്നെയല്ല, നമ്മൾ പറഞ്ഞ അഗ്നിയിലേക്കും അന്യാഗ്നിയിലേക്കും കുറച്ചും കൂടെ പോകേണ്ടതുണ്ടായിരുന്നു. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസങ്ങൾ അതിലേക്ക് കടന്നു പോകാം. അടുത്തൊരു ഗഹനമായ കാര്യം, ഇത് ആദ്യം പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ ഗഹനമായ കാര്യമാണ്. ഒരു പക്ഷെ നിങ്ങളിൽ പലരുടെ ഉള്ളിൽ വരാവുന്ന വലിയൊരു ചിന്തയാണിത്. ആ ചിന്തയാണ് അദ്ദേഹം എഴുതി അറിയിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങളെ ഒന്ന് വായിക്കാം. ക്രിസ്തു വന്നത് ചിലരെ തന്നെ പോലെ ആക്കുവാനാണെന്ന് ഏത് വചനം പറയും? യേശു പറഞ്ഞത് ഞാൻ വന്നത് കാണാതെ പോയ ആടുകളെ തേടിയാകുന്നു എന്നാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 2 മുതൽ 6 വരെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവം ഈ ലോകത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ഈ ഭൂമിയെയും ആകാശത്തെയും നശിപ്പിച്ചു. പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിക്കുമെന്നും അതിൽ നിത്യമായി വസിക്കാനായി ഈ ഭൂമിയിൽ ജനിക്കാൻ പോകുന്ന മനുഷ്യരിൽ നിന്നും കുറച്ച് മനുഷ്യരെ തിരഞ്ഞെടുത്ത് അവർക്ക് നിത്യമായ ജീവിതം കൊടുക്കുമെന്നും മുൻ തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ ജനിക്കുന്നതിന് മുൻപ് തന്നെ, ലോകത്തെ പോലും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നിത്യതയിൽ വസിക്കുവാനുള്ളവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് സൃഷ്ടി നടന്നത് തന്നെ. എഫേഷ്യൻസ് 1:2-6, വെളിപ്പാട് 13
അങ്ങനെ പേരെഴുതിയിട്ടുള്ള മനുഷ്യർ ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ജനിച്ചു വളർന്നു വരുന്നു. ഇവരാണ് കാണാതെ പോയ ദൈവത്തിന്റെ ആടുകൾ. ഇവരെ പിടിക്കുക എന്ന മിഷനുമായിട്ടാണ് യേശു വന്നത്. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മെസ്സേജിനകത്ത് ഞാൻ ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമെന്ന്. അതിലേക്ക് പറഞ്ഞു പോകാനുണ്ടായ സാഹചര്യം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിച്ചപ്പോൾ അവിടെ വ്യക്തമായിട്ടുണ്ട്, നീ എന്നെ കഷ്ടതയുടെ ചൂളയിൽ നിന്നാകുന്നു തിരഞ്ഞെടുത്തത് എന്നുള്ളൊരു ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഭാഗങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു പോകാൻ ഇട വന്നത്. അവിടെ ഞാൻ ഒരു വിശദീകരണം തന്നത്, വിളിക്കപ്പെട്ടവർ അനേകർ എന്ന് പറഞ്ഞാൽ രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടവരുടെ കാര്യമാണ്. അങ്ങനെ രക്ഷയിലേക്ക് വിളിക്കപ്പെട്ട് വന്നവർ ദൈവരാജ്യത്തിൽ ഒരുക്കപ്പെട്ട് പണിയപ്പെട്ട് അവരിൽ നിന്ന് തിരഞ്ഞെടുപ്പ് പ്രാപിക്കുന്നവരുണ്ട്. വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുപ്പ് പ്രാപിക്കുന്നവരും. അങ്ങനെ ഈ രണ്ട് കൂട്ടരെ കുറിച്ചാണ് പറഞ്ഞത്. അതുമാത്രമല്ല, ലോകത്തിലുള്ള എല്ലാവരെയും വലുവനായ ദൈവം വിളിക്കുന്നു എന്നും പറഞ്ഞു. എല്ലാവരെയും വിളിക്കുന്നു എന്ന് പറഞ്ഞു. അതിനോടുള്ള ഒബ്ജക്ഷനാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോടുള്ള ഒരു ഒബ്ജക്ഷൻ. അതിൻ്റെ തുടക്കം ഒരു 2 സെന്റൻസ് ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? ക്രിസ്തു വന്നത് ചിലരെ തന്നെ പോലെ ആക്കുവാനാണെന്ന് ഏത് വചനം പറയുന്നു? അതുപോലെ ദൈവം ലോകത്തെ സകല മനുഷ്യരെയും വിളിക്കുന്നു. കേൾക്കുന്നവർ വരുന്നു, വന്നവരെ തയ്യാറാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വചനപ്രകാരമല്ല. 2 പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കർത്താവ് ഭൂമിയിൽ വന്നത് ഒരു കൂട്ടം ആളുകളെ തന്നെ പോലെ ആക്കുക എന്നുള്ളതാണ്. തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാനാണ്, ആ സെയിം ഇമേജിലേക്ക് കൊണ്ടുവരുവാനാണ് എന്നൊരു പദം പറഞ്ഞു. അതിനാണ് അദ്ദേഹം ആദ്യം ഒബ്ജക്ഷൻ പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം കർത്താവ് പറയുന്നില്ല, അങ്ങനെ ഒരു വാക്യം പോലും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. രണ്ടാമത് പറയുന്നത്, വിളിക്കപ്പെട്ടവർ അനേകർ എന്നുള്ള ആ കാര്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞല്ലോ, അനേകരെ വിളിക്കുന്നു, വിളിക്കുന്നവരെ ഒരുക്കുന്നു, അവരെ തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ ഒരു കാര്യമില്ല. കർത്താവ് ചില മനുഷ്യരെ മുന്നമേ കണ്ടിട്ടുണ്ട്, അവരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് എഴുതി ചോദിച്ചു, താങ്കൾ കാൽവിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു. കാൽവിൻ്റെ തത്വങ്ങളൊക്കെ ആണല്ലോ പറയുന്നത്. അപ്പോൾ പറഞ്ഞു, ഞാൻ കാൽവിനിസ്റ്റേ അല്ല, ഞാൻ വളരെ വർഷങ്ങളായിട്ട് വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അധികം സംസാരിക്കാൻ പോയില്ല. അധികം സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹം എന്തൊക്കെയോ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത്. ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്നുള്ള രീതിയിൽ. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ആധികാരികമായി അങ്ങനെയല്ല, അങ്ങനെ വാക്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വാക്യമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുമെന്നേ. വാക്യമുണ്ടെന്ന് പറയാൻ കഴിയും. ക്രിസ്തുയേശു ഈ ഭൂമി വന്നത് ഒരു കൂട്ടം ആളുകളെ തന്നെ പോലെ ആക്കുക എന്നുള്ള ഉദ്ദേശത്തിനാണെന്നുള്ളത് നമുക്ക് എത്രയോ വചനങ്ങളിൽ നിന്ന് പറയാൻ കഴിയും, ഇല്ലേ? എത്രയോ വചനങ്ങളിൽ നിന്ന് പറയാൻ കഴിയും. അതായത് എഫേസ് ലേഖനത്തിലേക്ക് തന്നെ വരുമ്പോൾ, എഫേസ് ലേഖനത്തിൽ നമ്മൾ കാണുന്ന ചില കാഴ്ചകളുണ്ട്. എഫേസ് ലേഖനത്തിൽ കാണുന്ന കാഴ്ച എന്താ? എഫേസ് ലേഖനം 4:15 അതായത് സെയിം ഇമേജ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം? റോമാലേഖനം 8-ാം അധ്യായത്തിലുണ്ട്, ക്രിസ്തുവിൻ്റെ അതേ പ്രതിമ ധരിക്കാൻ, ആ സെയിം ഇമേജിലേക്ക് എന്ന് പറയുമ്പോൾ, അതായത് ക്രിസ്തുവിനെ പോലെ തന്നെ, ലിറ്റിൽ ക്രൈസ്റ്റ്, കുട്ടി ക്രിസ്തുക്കളാകുക, ക്രിസ്തുവിനെ പോലെ തന്നെ ആയി മാറുക. ദൈവത്വം ലഭിക്കുന്നില്ലെന്നേ ഉള്ളൂ, ക്രിസ്തുവിൻ്റെ സ്വഭാവ മഹിമകൾ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എഫേസ് ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് മറ്റോ വരുമ്പോൾ, 15ആണോ 16ആണോ, അവിടെ വരുമ്പോൾ നമ്മളെന്താ കാണുന്നത്? ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണമെന്നാണ് പറയുന്നത്, നമ്മെക്കുറിച്ച് പറയുന്നത്. ക്രിസ്തു എന്ന തലയോളം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവത്തിലേക്ക്, ആ ഡിവൈൻ ക്യാരക്ടറിലേക്ക് നമ്മളെല്ലാം വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്നെ പോലെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതല്ലേ? എഫേസ് ലേഖനം 3:19 വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയണമെന്നാണ്. അതായത് ദൈവത്തിൻ്റെ മഹിമ, കർത്താവിൻ്റെ മഹിമയിലേക്ക് നമ്മൾ എത്തുക, അവൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തുക. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കാണുന്ന കാഴ്ച മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ട്. പിതാവ് സൽഗുണപൂർണനാണ്. ആ സൽഗുണപൂർണനായ പിതാവിനെ പോലെ നാമും സൽഗുണപൂർണരാകണം. മത്തായിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിതാവ് സൽഗുണപൂർണനാണ്, നാമും സൽഗുണപൂർണരാകണം. ആ സെയിം കാര്യം തന്നെയാണ് വരുന്നത് എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ. ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരണം സകലത്തിലും. അങ്ങനെ വളരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? തന്നെ പോലെ ഒരു കൂട്ടത്തെ വാർത്തെടുക്കുക എന്നല്ലേ. ഇനി എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോഴോ, ഹീബ്രൂ ചാപ്റ്റർ 2:10, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു.
കഴിഞ്ഞ ആഴ്ചയാണോ അതിന് മുൻപിലത്തെ ആഴ്ചയാണോ നമ്മൾ ഈ വാക്യം സമയമെടുത്ത് വായിച്ച് ധ്യാനിച്ചവരാണ്, സമയമെടുത്ത് പറഞ്ഞവരാണ് അല്ലേ? സകലത്തിനും രാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. അപ്പം അനേകം പുത്രന്മാരെയും അതുപോലെ തികഞ്ഞവരാക്കുക, പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. ഇനി ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് ലീഗ പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്നു എന്ന്. അതിന് നമ്മൾ വിശദീകരണം തന്നിട്ടുണ്ട്. അതായത് ക്രിസ്തു നമ്മിൽ ഫോം ചെയ്യപ്പെടുക, ആ പെർഫെക്ഷനിലേക്ക് നമ്മൾ വരിക. കൊലേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ച് എന്താ പറയുന്നത്? അവിടെ പറയുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണമെന്നാണ്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലേ? അപ്പോൾ ഒരു ബാറുണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, അതിനൊരു മെഷർമെൻറ്റ് വെച്ചിട്ടുണ്ടല്ലോ. ആ മെഷർമെൻറ്റ് എവിടെയാ? ക്രിസ്തുവിലേക്ക് നോക്കിയിട്ടല്ലേ അത് നമ്മൾ പറയുന്നത്, ആ തികവിൻ്റെ കാര്യമൊക്കെ പറയുന്നത് അല്ലേ? ക്രിസ്തുവിനോടല്ലേ അനുരൂപപ്പെടുന്നത്, അവനോട് അനുരൂപപ്പെട്ടിട്ട് അല്ലേ? വേറൊരു ഭാഗത്ത് പറയുന്നില്ലേ ഫിലിപ്പി ലേഖനത്തിൽ, അവനോട് അനുരൂപപ്പെട്ടിട്ട് അവൻ്റെ കഷ്ടാനുഭവങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുന്ന കാര്യം. അതായത് സകലത്തിലും ക്രിസ്തുവിനോട് അനുരൂപപ്പെടുകയാണ്, സകലത്തിലും അനുരൂപപ്പെടുകയാണ്, സകലത്തിലും. ആ സകലത്തിലും അനുരൂപപ്പെടുക എന്ന് പറയുന്നതാണ് ക്രൂശ് എടുക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രൂശ് എന്ന് പറഞ്ഞാൽ എന്താ? ബലിപീഠം. ബലിപീഠം എന്താ കാണിക്കുന്നത്? സമർപ്പണത്തെ, സമർപ്പണ ജീവിതത്തെയാണ് കാണിക്കുന്നത്. സമർപ്പണ ജീവിതത്തെ പല ആംഗിളിൽ നിന്നാണ് അതൊക്കെ പറയുന്നത്. ക്രൂശ് എന്ന് പറയുന്നത് പല ആംഗിളിൽ നിന്ന് പറയും. തമ്മിൽ വരുന്നതായ പല മോഹങ്ങളും താല്പര്യങ്ങളും ഇച്ഛകളും ഇമ്പങ്ങളും പരിശുദ്ധാത്മാവിന് നിരക്കാത്തതായ ജഡത്തിൽ വെളിപ്പെടുന്നതായ കാര്യങ്ങളുണ്ട്, നമ്മൾ അറിയുന്നില്ല പലതും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം ഈ ക്രൂശ് വെച്ച് അമർത്തുകയാണ്, ക്രൂശ് വെച്ച് അമർത്തുകയാണ്. അത്തരം കാര്യങ്ങളെ ക്രൂശ് അനുദിന ജീവിതത്തിൽ അപ്ലൈ ചെയ്യപ്പെടേണ്ടി വരും. ഒരു സൈഡിൽ നിന്ന് പറഞ്ഞത് സമർപ്പിത ജീവിതത്തെ കാണിക്കുന്നു എന്ന്, മറു സൈഡിൽ ക്രൂശിൻ്റെ വചനങ്ങൾ അപ്ലൈ ചെയ്യും, ക്രൂശിൻ്റെ വചനങ്ങൾ അപ്ലൈ ചെയ്യും. അതങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ ലഭിക്കുകയാണ്, പണിയപ്പെടുകയാണ്, ഒരുക്കപ്പെടുകയാണ്. അങ്ങനെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അങ്ങനെ ആ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടുകയാണ്, അനുരൂപരായി മാറുകയാണ് അല്ലേ? അനേകം പുത്രന്മാരെ സബ്സ്റ്റാൻഡേർഡ് പുത്രന്മാരാക്കുമെന്നാണോ പഠിക്കുന്നത്? ദൈവകുടുംബത്തിലെ ആദ്യജാതൻ എന്നാണ് യേശുക്രിസ്തുവിനെ വിളിക്കുന്നത്. 15-20 വർഷത്തെ ശുശ്രൂഷയുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. 15 15,000 വർഷത്തെ ശുശ്രൂഷയുണ്ടായാലും കുഴപ്പമില്ല, നമുക്കൊരു വിരോധമില്ല, തർക്കവുമില്ല. ഇവിടെ ദൈവകുടുംബത്തിലെ ആദ്യജാതൻ്റെ സ്റ്റാൻഡേർഡ് കാണിക്കുകയാണ്. ഇനി ഒത്തിരി വാക്യങ്ങൾ എടുക്കണമായിരുന്നു, ഞാൻ എല്ലാ വാക്യങ്ങളിലേക്കും പോകുന്നില്ല. ഇത്രയും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എൻ്റെ വിചാരം. മനസ്സിലായില്ലെങ്കിൽ ചികിത്സിക്കേണ്ടതുണ്ട്. മനസ്സിലാകാത്ത ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിലേ അത്യാവശ്യം ചികിത്സ ആവശ്യമാണ്. ഉപവാസവും പ്രാർത്ഥനയായിട്ട് ദൈവസന്നിധി മുട്ടുമടക്കിക്കൊള്ളുക. ഇപ്പം ഇത്രയും പറഞ്ഞത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിശ്ചയമായും രോഗകരമായ എന്തോ അവസ്ഥയുണ്ട്. മുട്ടുമടക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക, ട്രീറ്റ്മെൻറ്റിന് തുടങ്ങുക, താമസിക്കാതെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. വളരെ ലളിതമായിട്ടാണ് പറഞ്ഞത്, ലളിതമായിട്ട്. യേശുക്രിസ്തു ദൈവകുടുംബത്തിലെ ആദ്യജാതൻ. രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടു അവൻ ഏകജാതൻ. ഇവിടെ പഠനത്തോടുള്ള ബന്ധത്തിൽ ദൈവകുടുംബത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്? അവൻ ദൈവകുടുംബത്തിലെ ആദ്യജാതൻ. ആദ്യജാതൻ്റെ സ്റ്റാൻഡേർഡ് എന്താണോ ആ സെയിം സ്റ്റാൻഡേർഡിലേക്ക്. ഒരു മനോഹരമായ വാക്യമുണ്ടല്ലോ, യാക്കോബിൻ്റെ ലേഖനം 1:18, ജെയിംസ് 1:18, അതും കൂടി ഒന്ന് വായിച്ചേ. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അതായത് തൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന്. ആദ്യഫലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യഫലം ക്രിസ്തുവാണ്. ആദ്യഫലത്തിൻ്റെ സെയിം സ്റ്റാൻഡേർഡിലേക്ക്. ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ സെയിം കൈൻഡ് എന്നുള്ള വാക്കാണ് വരുന്നത്. സെയിം കൈൻഡ് എന്നുള്ള വാക്ക്, അതേ രൂപഗുണവും അതേ ടേസ്റ്റും എല്ലാ നിലകളിലും ആ ആദ്യഫലത്തിൻ്റെ അതേ നിലവാരത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്തിനാ? ആദ്യഫലത്തിൻ്റെ ആ സെയിം കൈൻഡിലേക്ക് നാമും വരാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ ആദ്യഫലത്തിൻ്റെ സെയിം കൈൻഡിലേക്ക് നമ്മൾ വന്നാൽ, ഒരേ മേനിയുള്ളത്, അങ്ങനെ ഒരു മലയാളമുണ്ട്, ഒരേ മേനിയിലുള്ളത് അല്ലെങ്കിൽ ഒരേ ഗ്രേഡിലുള്ളത്, അതെല്ലാം ഒരുമിച്ചിരിക്കും.
മുന്നമേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞു, തൻ്റെ തോട്ടത്തിൽ നിന്ന് വിളവെടുക്കുമ്പോൾ ചിലത് 100 മേനി വിളയും, ചിലത് 60 മേനി വിളയും, ചിലത് 30 മേനി വിളയും. മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, ചിലത് 30 മേനി വിളയും, ചിലത് 60 മേനി വിളയും, ചിലത് 100 മേനി വിളയും. ഈ വാക്യമൊക്കെ പലരും തെറ്റായാണ് തലയിൽ വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ പറയുമ്പോൾ നമ്മൾ പറയും, കർത്താവ് 30, 60, 100 മേനി അങ്ങ് വിളയിച്ചേക്കാൻ പറയും. അങ്ങനെ ഒരു കൃഷിക്കാരൻ പറഞ്ഞാൽ അത് എന്താ പറയുക, അട്ടർ ഫൂളിഷ്നെസ് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി ആ വാക്യമൊക്കെ പറയുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ പറയണം. അങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് കരുതി എടുത്ത് റിപ്പീറ്റ് ചെയ്യരുത്. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട് എന്ന് കരുതി നമ്മളതെടുത്ത് സംസാരത്തിലോ പ്രാർത്ഥനയിലോ ഒന്നും എടുത്ത് റിപ്പീറ്റ് ചെയ്യരുത്. കർത്താവ് ഒരു പ്രവാചക സ്വരത്തിലാണ് പറയുന്നത്. ആരംഭവും അവസാനവും കണ്ടിട്ടുള്ളവൻ, ആദിയും അന്തമായവൻ, എല്ലാമായവൻ, എല്ലാം അറിയുന്നവൻ പറയുകയാണ്, എൻ്റെ തോട്ടത്തിൽ വിളവെടുക്കുമ്പോൾ കുറച്ച് 30 വിളയൂ. എത്രയൊക്കെ പറഞ്ഞാലും അത്രേ വിളയൂ. കാരണം പലവിധമായ വിഷയങ്ങളാൽ വിളയാൻ സമയം കിട്ടാത്തത് കൊണ്ട്, എന്നാൽ പിന്നെ വിളഞ്ഞേക്കാമെന്നുള്ള നിലയിൽ കുറച്ചൊക്കെ വിളയും. അങ്ങനെ വിളഞ്ഞു വന്നപ്പോൾ നോക്കിയപ്പോൾ അത് 30 മേനിയുള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാർ എന്നാൽ കുറച്ചും കൂടി അങ്ങ് വിളഞ്ഞേക്കാമെന്ന് തീരുമാനിക്കും, അത് 60 വരെയേ പോവുള്ളൂ. എന്നാൽ ആ സമ്പൂർണ്ണ വെളിപ്പാട് പ്രാപിച്ചവർ, ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ മനുഷ്യർ, ബലിപീഠത്തിൻ്റെ വെളിപ്പാട് കണ്ടവർ, കത്തുന്ന തീയിലേക്ക് തങ്ങളെ തന്നെത്താനങ്ങ് ഏൽപ്പിച്ചു കൊടുത്തവർ, അത്തരക്കാർ 100 മേനിയായിട്ട് പുറത്തു വരും. ആ 100 മേനിക്കാണ് ആദ്യഫലം എന്ന് പറയുന്നത്. ആ 100 മേനിക്ക് എന്താ പറയുന്നത്? അതാണ് ആദ്യഫലം. 1 കൊരിന്ത്യർ 15-ന്റെ 20 മുതൽ 23 വരെ വായിക്കുക. വായിച്ചേക്കാം. 1 കൊരിന്ത്യർ 15-ന്റെ 20 മുതൽ 23 വരെ. ആദ്യഫലത്തെക്കുറിച്ചുള്ള പഠനത്തിൽ എപ്പോഴും ഓർക്കുക, ക്രിസ്തുവാണ് ആദ്യഫലം. ഇനി പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഇസ്രായേലിനെ ആദ്യഫലം എന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇസ്രായേലിനെ ആദ്യഫലം എന്ന് വിളിച്ചിട്ടുണ്ട്. വെളിപ്പാട് ദിവസം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ആദ്യഫലത്തെക്കുറിച്ച് നമ്മൾ കാണും. ഇവിടെ നമ്മൾ 1 Corinthians chapter 15 verse 21 verse. Yes. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളത് അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉയർപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഉയർപ്പുമായി ബന്ധപ്പെട്ട കാര്യം പറയാനല്ല ഈ വാക്യം എടുത്തത്. നമ്മൾ ഈ വാക്യം എടുത്തത് എന്തിൻ്റെ പേരില്ല? ആദ്യഫലം ക്രിസ്തു ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് ഈ വാക്യം എടുത്തത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് പറയുകയാണ്, നമ്മെ സത്യത്തിൻ്റെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ആ ആദ്യഫലത്തിൻ്റെ അതേ സ്റ്റാൻഡേർഡിലേക്ക് വരുവാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ആദ്യഫലത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് വരുന്നവരെയാണ് 100 മേനി എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഓട്ടത്തിൽ അതാത് സ്ഥലങ്ങളിൽ ഓടി അവസാനിപ്പിച്ചു. അവർ പൂർണ്ണ വിശുദ്ധരോ അല്ലെങ്കിൽ ജയാളികളുടെ ഗണത്തിലോ പെടുത്താൻ കഴിയില്ല. അവരെല്ലാം പുതിയ ഭൂമിയിലുണ്ട്. എന്നാൽ ജയം കൊണ്ട വിശുദ്ധന്മാരുടെ നിരയിൽ, ഓവർകമേഴ്സിൻ്റെ നിരയിൽ, ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അപ്പോൾ ഇതൊക്കെ വിശദമായി നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. ഇത് ഇനിയും സമയം പോലെ നമുക്ക് വിശദമായി പഠിക്കാം. ഇപ്പം ഇത്രയും ഓർക്കുക, ഓരോരുത്തരും താൻ്റെ നിരയിലത്രേ. 30 മേനി തങ്ങളുടെ നിരയിലത്രേ, 60 മേനി തങ്ങളുടെ നിരയിലത്രേ, 100 മേനി തങ്ങളുടെ നിരയിലത്രേ. എല്ലാം കൂടെ ഒരു നിരയിലല്ല ഇരിക്കുന്നത്. അതെല്ലാം അതാതിൻ്റെ ഓർഡറിലാണ് ഇരിക്കുന്നത്. അതാതിൻ്റെ ഓർഡറിലാണ്. ഓരോന്നും അതാതിൻ്റെ ഓർഡറിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഗ്രീക്ക് വാക്കും അതിൻ്റെ വിശദീകരണമൊക്കെ പണ്ട് തന്നിട്ടുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം അറിയാം. അപ്പം ഒന്നുകൂടെ പറയാണ്, ആദ്യഫലം ക്രിസ്തു. ആ ആദ്യഫലത്തിൻ്റെ സെയിം നിലയിലേക്ക്, ആദ്യഫലത്തിൻ്റെ അതേ നിലയിലേക്കും ആ സെയിം കൈൻഡിലേക്ക് എത്തപ്പെട്ടാൽ 100 മേനിയുടെ കൂട്ടത്തിൽ പരിഗണിക്കും. 100 മേനി ഫസ്റ്റ് ഗ്രേഡ് എന്ന് വിളിക്കാം. ഫസ്റ്റ് ഗ്രേഡ്, ആ ഫസ്റ്റ് ഗ്രേഡൊക്കെ അല്ലെങ്കിൽ അത് ലോട്ട് നമ്പർ 1 എന്ന് പറയാം. ലോട്ട് നമ്പർ 1 60 മേനി, ലോട്ട് നമ്പർ 2, അടുത്തത് ലോട്ട് നമ്പർ 3, അങ്ങനെ മാറ്റി വയ്ക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ വലിയ പ്രൊവിഷൻ സ്റ്റോറിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്നത് അല്ലേ? പരിപ്പുകളൊക്കെ അവരുടെ മേശപ്പുറത്ത് ഇങ്ങനെ ഒരു 5-8 പാത്രത്തിൽ 5-8-10 പാത്രങ്ങളിലിരിക്കും.
അതിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാം പരിപ്പായിരിക്കും. പക്ഷേ അവർക്കറിയാം ഗ്രേഡ് 1 ഗ്രേഡ് 2 അതിനൊക്കെ വില വ്യത്യാസമുണ്ട്. അതൊക്കെ പല ഗ്രേഡുമാണ്. ടേസ്റ്റും ക്വാളിറ്റിയും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് 100 മേനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. 100 മേനി 60 മേനി പുറകിലാണ്, 30 മേനി പിന്നെയും താഴെയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ വിശുദ്ധന്മാരെയൊക്കെ എന്ത് ചെയ്യണം രതീഷേ, എന്ത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ 30 പോരാ 60 പോരാ എന്നാണ് പുള്ളി ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായത്. 100 തന്നെ വേണമെന്ന്. അപ്പോൾ അത് സംസാരത്തിലും പ്രാർത്ഥനയിലും ഒക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ പറയണം. 30, 60, 100 മേനിന്ന് മേലെ പറഞ്ഞു പോയേക്കരുത്. 100 എന്ന് പറഞ്ഞാൽ 100 100 മേനിയാണ്. 100% വേണ്ടത്. അപ്പോൾ 100 മേനി വിളയണം. സെയിം കൈൻഡിലേക്ക് വരണം. ആദ്യ ഫലത്തിൻ്റെ അതേ സ്റ്റാൻഡേർഡിലേക്ക് വരണം. ആ സ്റ്റാൻഡേർഡിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മെ അനേക കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നത്. എന്തിനാ? നമ്മുടെ കാർണൽ നേച്ചറൊക്കെ അങ്ങ് പോകണം. ഉടച്ചു പണിയണം. അതിനാണ് ഇത് തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ ആളുകൾക്ക് എന്തെങ്കിലും ഭൗതികമായ വിടുതലുകളോ നേരം പോക്കുകൾക്കോ അതിനൊന്നും വേണ്ടിയല്ല നമ്മൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 100 മേനി വിളയണമെന്ന്. 100 മേനി വിളയണം. കാഹളം ധ്വനിക്കുമ്പോൾ ആ 100 മേനി അവരോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദം. പിന്നെ പ്രധാന ദൂതൻ്റെ ശബ്ദം അവിടെ കിടക്കട്ടെ. കർത്താവ് താൻ ഗംഭീരനാദം. ഓവർകമേഴ്സ് കേൾക്കുന്ന സ്വരമാണത്. മണവാട്ടി കേൾക്കുന്ന സ്വരമാണത്. അത് മണവാളൻ്റെ സ്വരമാണത്. അത് മണവാട്ടിയാണ് കേൾക്കുന്നത്. അത് ഓവർകമേഴ്സാണ് കേൾക്കുന്നത്. ജയാളികളാണ് കേൾക്കുന്നത്. ആ പെർഫെക്ഷനിലേക്ക് വന്നവരാണത് കേൾക്കുന്നത്. തികവിലേക്ക് വന്നവരാണത് അനുഭവിക്കുന്നത്. അവരാണ് നടന്ന് കയറാൻ പോകുന്നത് സിംഹാസനത്തിലേക്ക്. അവരാണ് പറ്റിച്ചേർന്ന് ഒന്നായിത്തീരുന്നത്. അവരെയാണ് പത്മോസിൽ നമ്മൾ കണ്ടത്. പത്മോസിൽ കണ്ടത് ആരെയാ? 30 മേനിക്കാരെയാണോ അതോ 60 മേനിക്കാരെയാണോ? പത്മോസിൽ യോഹന്നാൻ കണ്ടത് അവരെയാണ്, 100 മേനിക്കാരെയാണ്. പറ്റിച്ചേർന്ന് ഒന്നായി തീർന്നവരെ, ആ സെയിം കൈൻഡിലേക്ക് വന്നവരെ. പെട്ടെന്ന് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാകില്ലായിരിക്കാം. പക്ഷെ ഇരുന്ന് ധ്യാനിക്കുക. കേട്ട കാര്യങ്ങൾ ഇരുന്ന് ധ്യാനിക്കുക ദൈവസന്നിധിയിൽ. ചുമ്മാ കേട്ടിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. കേട്ട കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. എന്നിട്ട് ഒരു ചെറിയ പായ ഒന്ന് വിടുത്തിയിടുക. ചില നേരം ഒന്ന് മുട്ടുകുത്തുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ല. പരിശുദ്ധാത്മാവാം ദൈവമേ, ഒന്ന് തുറന്നു തരണമേ. പല കാര്യങ്ങളും പറഞ്ഞല്ലോ. എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണല്ലോ. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. അല്ലെങ്കിൽ അതിൻ്റെ ആ നടത്തിപ്പിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അതെനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണമേ എന്ന് ഒരു ഹൃദയത്തകർച്ചയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വെളിപ്പെട്ട് കിട്ടുമെന്നേ. ഇത് പൂർവ്വകാലമൊന്നും അല്ലല്ലോ മറഞ്ഞിരിക്കാൻ. ഇതെല്ലാം വെളിപ്പാടിൻ്റെ കാലമാണ്. വെളിപ്പെട്ട് വന്ന കാലമാണ്. കർത്താവ് ഈ വിതയുടെയും കൊയ്ത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ 30, 60, 100 മേനിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ആ പീരീഡ് എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെ ഇടയിലൊരു പീരീഡാണല്ലോ ആ 3.5 വർഷക്കാലം. പഴയ നിയമം തന്നെയാണത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വ്യക്തിജീവിതങ്ങളിൽ സജീവമല്ലാത്ത ആ കാലത്ത് കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവരുടെ ഒരു ക്വാളിറ്റി എന്നാണെന്നറിയാവോ? അവർക്ക് തലക്കനമൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും അപ്പം നിന്ന് വീട്ടിൽ പോയപ്പോൾ അവർ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു. അതെന്നതാ, ഇതെന്നതാ, മറ്റതെന്നതാ. അതായത് മറുപടി കിട്ടുന്നവരെ ചോദിച്ചുകൊണ്ടിരുന്നു. ചിലരൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കും. എന്നോട് ചിലർ ചോദിക്കും. എൻ്റെ കാര്യത്തിൽ എനിക്ക് മറവിയൊക്കെ ഉള്ള മനുഷ്യനാണ്. ചില ചോദ്യങ്ങൾക്ക് അത് എൻ്റെ കണ്ണിൽ പെടാതെ പോയാൽ പിന്നെ ഞാൻ മറന്നുപോകും. പിന്നെ അവരും എന്ത് ചെയ്യുമെന്നറിയാവോ? അവരും പിന്നെ മൈൻഡ് ചെയ്യില്ല. ചിലരങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ മാസം ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചായിരുന്നല്ലോ, ഒരു മറുപടി തന്നില്ലല്ലോ എന്ന് പറയും. നമ്മളെ ട്രാപ്പിലാക്കും അവർ. മറുപടി അവർക്ക് കിട്ടിയേ തീരൂ. അപ്പം നമ്മൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാകും. ചിലരങ്ങനെയല്ല. ചിലർ ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ, പുള്ളി പറയേണ്ടതാണല്ലോ, പുള്ളി എന്തുകൊണ്ട് പറഞ്ഞില്ല, അങ്ങനെ ചിലരുടെ ചിന്ത. ഈ ചോദിച്ച ചോദ്യമൊക്കെ നമ്മുടെ ഫോണിനകത്ത് ഇങ്ങനെ താഴെ പോവും. വീണ്ടും ചിലപ്പോൾ അതിന് മുകളിൽ വേറെ പലതും വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മളത് കാണാതെ പോവും, ശ്രദ്ധിക്കാതെ പോവും. പിന്നെ പല തിരക്കുകളല്ലേ. അങ്ങനെ വരുമ്പോൾ ഒന്ന് റിമൈൻഡ് ചെയ്യുക, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ നമ്മളത് ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കും. അങ്ങനെയൊക്കെയാണ് അത്യാവശ്യക്കാർ. അതായത് ഈ 100 മേനിയുടെ വിഷയത്തിൽ അത് വരുന്നുള്ളൂ. ബാക്കി മേനികളിലൊന്നും അങ്ങനത്തെ വിഷയം ഉദിക്കുന്നില്ല. ടെൻഷൻ അടിക്കണ്ട. അങ്ങനെയുള്ള വിഷയങ്ങളിലാണ് അങ്ങനെ വരുന്നത്.
ചില പിള്ളേരിങ്ങനെ രാത്രിയും പകലും ഇല്ലാതിരുന്ന് പഠിക്കുന്നില്ല. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പല പല ടെസ്റ്റുകളൊക്കെ പിന്നെ എഴുതാനുണ്ട്. അതിൻ്റെ ആവശ്യമില്ലാത്തവർ തല പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉള്ളവർ തല പോകുക, അല്ലാത്തവർ എന്തിനാ തല പോകുന്നത്? തല പോകേണ്ട കാര്യമില്ല. രക്ഷിക്കപ്പെട്ടവരെല്ലാം പുതിയ ഭൂമി വരും. പിന്നെ എന്തിനാ തല പോകുന്നത്? ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിലൊന്നും വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടിൽ ഒത്തിരി സ്കൂളും കോളേജും ഉണ്ട്. എന്നാൽ ചില ട്രെയിനിങ് സെൻ്ററുകളുണ്ട്. ട്രെയിനിങ് സെൻ്റർ എന്നല്ലോ അതിന് പറയുന്നത്, ഈ IASകാരെ കോച്ചിങ്, യെസ്. എന്നാൽ ചില കോച്ചിങ് സെൻ്ററുകളുണ്ട്. അവിടെ എല്ലാ 10ാം ക്ലാസ്സുകാരും പോകുന്നില്ല, എല്ലാ 5ാം ക്ലാസ്സുകാരും പോകുന്നില്ല. അവിടെ ചില ആളുകളാണ് പോകുന്നത്. ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ചില എയിം ഉള്ളവരാണ് അവിടെ പോകുന്നത്. ചില എയിം, അവർക്കൊരു എയിമുണ്ട്. ചില കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് അവർ പോകും. ഇത്തിരി കട്ടപ്പാടാ. കുറേ നാളുകൾ ഇങ്ങനെ പഠിക്കണം. അതിൻ്റെ പുറകിൽ രാത്രി ഇന്നില്ല പകലെന്നില്ലാതെ ചിലപ്പോൾ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ രാത്രി 11 മണിയാവും. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ അപ്പോൾ ബസ് സ്റ്റോപ്പിൽ അപ്പം വന്ന് നിൽക്കും. ചിലപ്പോൾ അപ്പനും വരാൻ പറ്റിയില്ലെങ്കിൽ മക്കൾ തന്നെ വീട്ടിലേക്ക് പോവുക. അങ്ങനെയൊക്കെ കഷ്ടപ്പാടും പങ്കപ്പാടും ഒക്കെ ഉണ്ട് അതിനകത്ത്. അതെല്ലാം കഴിഞ്ഞ് ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ കളക്ടറുടെ ചേംബറിൽ പോയി കസേര കയറി ഇരിക്കാം, അത്ര തന്നെ. അപ്പോൾ അതിന് ഇച്ചിരി വില കൊടുക്കണം. ബാക്കിയുള്ളവരോ ആ സമയത്ത് കോഴിക്കോട് കടപ്പുറത്ത് കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കട്ടെ, നിങ്ങൾക്ക് കാറ്റ് കൊള്ളാൻ സമയമില്ല. കാലം ചുരുങ്ങിയിരിക്കുന്നു, ഇനി കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് വചനം ധ്യാനിക്കുക, വിഷയങ്ങളുടെ ഗൗരവത്തിലേക്ക് വരിക. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. ആ മനുഷ്യൻ പറഞ്ഞതിൻ്റെ മറുപടിയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ആ സെയിം ഇമേജിലേക്ക് വരാൻ വിളിക്കപ്പെട്ടവരാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്താ? ആ മാന്യദേഹം പറഞ്ഞതിൻ്റെ 2ാം ഭാഗത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റിയില്ല. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം ആ ഭാഗത്തൊന്ന് കടന്നു പോകാം, നമ്മുടെ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ്. അദ്ദേഹം ഗൗരവമായൊരു കാര്യമാണ് പറഞ്ഞത്. ആ കാര്യത്തെ നമുക്ക് 1% അംഗീകരിക്കാൻ കഴിയില്ല. ദൈവം ചിലരെ മാത്രം തിരഞ്ഞെടുക്കുന്നു, അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്നു, ബാക്കിയുള്ളവരെ ആരെയും ദൈവം പരിഗണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെ സൃഷ്ടിച്ചത് എന്തിനാണെന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കും. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുമുണ്ട്. അപ്പോൾ ദൈവം നീതിമാനാണെന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പക്കൽ അനീതിയില്ല എന്നൊരു ചോദ്യമുണ്ട്, അല്ലേ? വലിയ ചോദ്യമാണ്. സാത്താൻ അങ്ങനെ തന്നെ ചോദിക്കും ദൈവസന്നിധിയിൽ. കുറച്ച് പേരെ മാത്രമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാ ഇവരെ ജനിപ്പിച്ചെന്ന് ചോദിക്കില്ലേ? കുറച്ച് പേരെ വിളിക്കുന്നുള്ളൂവെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ എന്തിനാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയത്? നരകത്തിലിടാനാണോ? അത് മര്യാദയാണോ? അതിനൊക്കെ എങ്ങനെ നമ്മൾ മറുപടി പറയും ഈ ലോകത്തിൻ്റെ മുമ്പിൽ? ഇതുപോലത്തെ വിഡ്ഢിത്തരങ്ങളായ ആശയങ്ങളുമായിട്ടാണ് മനുഷ്യർ നടക്കുന്നത്. ഈ ആശയങ്ങളല്ലേ മറ്റു മനുഷ്യരുടെ തലയിലേക്ക് കൊടുക്കുന്നത്. അതിനൊക്കെ പറയുന്ന ഒത്തിരി വാക്യങ്ങളുണ്ട് സഹോദരങ്ങളെ. ആ വാക്യങ്ങളെല്ലാമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഒരുമിച്ച് കൂടാം. ആ വാക്യങ്ങൾ, ഇത് സാധാരണ മനുഷ്യരുടെ തലയിൽ വരുന്നൊരു കാര്യമാണ്. മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ചിന്തിച്ച് കളയാണ്. കർത്താവ് കുറച്ച് പേരെ മുൻ നിയമിച്ചിരിക്കുകയാണ്. വേറെ ഒരാൾക്കും രക്ഷിക്കപ്പെടാൻ കഴിയില്ല. അവർക്ക് മാത്രമേ രക്ഷിക്കപ്പെടാൻ കഴിയൂ. അവരെ മാത്രമേ രക്ഷിക്കൂ. ഈ ചിന്താഗതിയെ നമുക്ക് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് അടുത്ത് നിന്ന് നോക്കണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് പ്രിയനായവനിൽ നമ്മെ ദത്തെടുത്തു എന്നുള്ള കാര്യം കാണുന്നുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പ്. അപ്പോൾ അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്, ആഴങ്ങളുണ്ട്. ഏത് വിധത്തിലാണ് ആ വാക്യങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്, എങ്ങനെ നമുക്കത് വിശദീകരിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അടുത്ത് നിന്നൊന്ന് നോക്കാം. ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ദിവസം. ഇന്ന് നമ്മുടെ പതിവ് വിഷയങ്ങളിലേക്ക് കടന്നു പോകാൻ പറ്റിയില്ല. പകരം നമ്മൾ ഇങ്ങനെ 2 പേരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയാണ് പറഞ്ഞത്. 2 പേരുടെ ചോദ്യങ്ങൾക്ക് നിരന്തരമായി നമ്മളെ ശ്രദ്ധിക്കുന്ന മനുഷ്യർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് നമുക്ക് മറുപടി പറയണം സഹോദരങ്ങളെ. മറുപടി പറയാതെ ഒക്കില്ല. അതിന് പകരം ഞങ്ങളിങ്ങനെ ഒരു ടോപ്പിക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് മാത്രമേ പ്രസംഗിക്കൂ, ചോദ്യങ്ങൾക്ക് മറുപടി തരില്ല എന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ന്യായമാണ് എന്ന് കാണുന്നത് കൊണ്ടാണ്. ന്യായമാണെന്ന്. കാരണം സാധാരണ മനുഷ്യരുടെ എല്ലാം ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വരാവുന്ന ചോദ്യങ്ങളാണത്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, അതിന് മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. തിരുവചന വെളിച്ചത്തിൽ അല്ലേ? വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. വിളിക്കപ്പെട്ടവർ ദൈവരാജ്യത്തിലേക്ക് വരുന്നു. ആ ദൈവരാജ്യത്തിലേക്ക് വരുന്നവരെ കർത്താവ് ഒരുക്കുകയാണ്. അനേകം പുത്രന്മാരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഫലം ക്രിസ്തു, പിന്നീട് ആ സെയിം കൈൻഡിലേക്ക് അനേകരെ കൊണ്ടുവരികയാണ്. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ എന്ന് പറയുന്നതാണ് നൂറുമേനിക്കാർ. അവരാണ് ഈ ഒരുക്കം പൂർത്തീകരിക്കപ്പെട്ടവർ. അവരാണ് തെരഞ്ഞെടുപ്പ് പ്രാപിക്കുന്നവർ. അവരാണ് സിംഹാസനത്തിലേക്ക് വരുന്ന ഓവർകമേഴ്സ്, ജയാളികൾ എന്ന നിലയിൽ നമ്മൾ കാണുന്നവർ. അനേക കാര്യങ്ങൾ ഇനിയും അതിനെക്കുറിച്ചൊക്കെ പറയാനുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് നമ്മുടെ കർത്താവ് വരുവാൻ താമസിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ നിന്ന് അനുവദിച്ചാൽ ഈ കാര്യങ്ങളെ പിന്നെയും ചിന്തിക്കാം.
ഈ കേട്ട കാര്യങ്ങളൊന്നും ഒഴുക്കിക്കളയരുതെന്ന് താഴ്മയോട് അപേക്ഷിക്കുകയാണ്. ഗൗരവമായി എടുക്കണം, ഹൃദയത്തിൽ സംഗ്രഹിക്കണം, വീണ്ടും ധ്യാനിക്കണം, വചനങ്ങളെ തുറന്നു വെച്ച് ഒന്നുകൂടെ നോക്കണം. അങ്ങനെ ദൈവസന്നിധിയിൽ സന്തോഷിക്കുക, ആനന്ദിക്കുക. നമ്മുടെ ക്രിസ്തീയ ജീവിതം സഫലമാകട്ടെ. താങ്ക് യു.